ശ്രീമദ് ഭാഗവതം നമ്മൾ 38ാമത്തെ ക്ലാസ്സായിട്ട് ഇന്ന് നമ്മൾ നോക്കുന്നത് സ്കന്ധം 3-ലെ 9ാമത്തെ അധ്യായമായ ഭഗവാൻ ബ്രഹ്മാവിന് വരം കൊടുക്കുന്നതാണ്. അപ്പോൾ 1-ൽ ബ്രഹ്മാവ് പറയുകയാണ്, സർവ്വ ഐശ്വര്യങ്ങളുടെയും ഗുണനിലമായവൻ ഇന്നെനിക്ക് അറിയപ്പെട്ടവനായി ഭവിച്ചു. അപ്പം ബ്രഹ്മാവ് ആ ഈശ്വരന് എന്ന് പറഞ്ഞാൽ വിരാട് പുരുഷന്, പ്രപഞ്ചത്തിൻ്റെ എല്ലാം ആധാരമായ ആ ശക്തി മനസ്സിലാക്കി. നിന്നെ പൂർണ്ണമായി അറിയുവാൻ ശരീരവുമായി ജനിച്ചവന് പറ്റുന്നതല്ല. ആ ബ്രഹ്മത്തെ, പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ ഒരു ശക്തിയെ പൂർണ്ണമായിട്ട് അറിയാൻ ആർക്കും പറ്റില്ല. അതാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മം. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതിനെ മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. അത് എവിടെ നിന്ന് വന്നു അതെവിടെ നിന്ന് വന്നു എന്നൊന്നും ചോദിക്കുന്നതിലൊന്നും അർത്ഥമില്ല. അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ടല്ലേ പിന്നെ അതെവിടെ നിന്ന് വന്നു എന്നെല്ലാം ചിന്തിക്കുന്നു. അങ്ങനെയൊന്നും അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും അതില്ലാതെ ഒരു സംഗതിയില്ലാതെ സൃഷ്ടി അടക്കില്ലല്ലോ. ഒരു സംഗതി ഉണ്ട്, അത്രമാത്രമേ അതിനെ മനസ്സിലാക്കുവാൻ പറ്റുള്ളൂ. അതിന് രൂപവും ഭാവമൊന്നുമില്ല, കയ്യും കാലും ഒന്നുമില്ല. പക്ഷെ അത് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം മനുഷ്യര് മനസ്സിലാക്കേണ്ടെങ്കിൽ മനുഷ്യരിലൊരു മായ ഉണ്ടാക്കിയിട്ട്, ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ട് വിട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഞാനെന്ന് പറയുന്നത് ആ ബ്രഹ്മമാണ്. പക്ഷേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്ക് ഞാനെന്നത് ഞാനാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഞാനെന്നത് എന്നിലൊരു ഞാനെന്ന ചിന്ത ഉണ്ടാക്കുന്ന ആ ശക്തിയാണ്. അപ്പോൾ ഈ ഞാനുള്ളിടത്തോളം കാലം, ഞാനെന്ന ചിന്തയുള്ളിടത്തോളം കാലം എന്നിലൂടെ എല്ലാം ചെയ്യിപ്പിക്കുന്നത് ആ ശക്തിയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റി. പക്ഷേ ബ്രഹ്മാവിന് അത് പറ്റി. കാരണം ബ്രഹ്മാവിലൂടെയാണല്ലോ സൃഷ്ടി അടക്കേണ്ടത്. സൃഷ്ടി അടക്കുന്ന ശക്തിക്ക് അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സൃഷ്ടി അടക്കുന്നത്? അപ്പോൾ ആ പ്രപഞ്ചം സൃഷ്ടിക്കുന്ന ശക്തിക്ക് അതിനെ അറിഞ്ഞല്ലേ പറ്റൂ. അപ്പോൾ അതിന് മാത്രമേ അറിയുകയുള്ളൂ. പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി, പ്രപഞ്ചമുണ്ടാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിക്ക് മാത്രമേ അതിനെ അറിയാൻ പറ്റൂ. കാരണം അതാണ് പ്രപഞ്ചം ഉണ്ടാക്കുന്നത്. അറിഞ്ഞില്ലെങ്കിൽ പിന്നെ അതിനും ചെയ്യാൻ പറ്റില്ല. കാരണം അത് തന്നെയാണ് ബ്രഹ്മം എന്ന സത്യം അതിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന് സൃഷ്ടി നടത്താൻ പറ്റിയത്. അല്ലാതെ ജീവികൾക്കൊന്നും അത് സാധ്യമല്ല. അങ്ങയിൽ നിന്നും അന്യമായ ഒന്നുമില്ല. അതും അദ്ദേഹത്തിന് മനസ്സിലായി. അത് തന്നെയാണ് ഈ പ്രപഞ്ചമെല്ലാമായിട്ട് മാറിയത്. അപ്പം അങ്ങിൽ നിന്ന് അന്യമല്ലാതായിട്ടൊന്നുമില്ല. അത് തന്നെയാണ് ബ്രഹ്മാവായിട്ട് മാറിയത്, നമ്മളായി മാറിയത്. അപ്പോൾ അതിൽ നിന്ന് വേർപെട്ട്, ഇപ്പോൾ ഒരു മാവെടുത്തിട്ട് എന്തെല്ലോ സാധനങ്ങൾ ഉണ്ടാക്കി അതെല്ലാം മാവ് തന്നെയാണ്. പക്ഷെ ഇത് വേർപെടുന്നുമില്ല. അപ്പം അങ്ങിൽ നിന്ന് അന്യമായി ഒന്നുമില്ല. മായയുടെ പ്രഭാവത്താൽ അങ്ങ് ബഹുരൂപിയായി ശോഭിക്കുകയാണ്. ഒരു മായ വെച്ചിട്ട് അങ്ങ് തന്നെയാണ് എല്ലാമായി മാറിയത്, ബ്രഹ്മാവായി മാറിയത്, നമ്മളെല്ലായിട്ട് മാറുന്നത്. പക്ഷെ ഒരു മായയുടെ സഹായത്താൽ, മായ എന്ന് പറഞ്ഞാൽ നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവൻ രണ്ടും രണ്ട് തന്നെയാണ്. പക്ഷേ എല്ലാം അത് തന്നെയാണെങ്കിൽ പിന്നെ അങ്ങനെ രണ്ടില്ല. പക്ഷേ അതല്ലേ ഈ തോന്നിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ അവൻ എന്നെല്ലാം തോന്നിക്കുന്നതിന് നമ്മളിലൊരു മായ എന്നൊരു ചിന്താഗതി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മളൊരു മായ എന്ന ചിന്താഗതി ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ ജീവജാലങ്ങളിലും അത് തന്നെ നിന്നിട്ട് അങ്ങനെ വിലസുകയാണ്. ഇനി 2-ൽ പറയുന്നത്, ഏതു കാലത്തും ആദിയിൽ നിന്നും മാറി നിൽക്കുന്ന അങ്ങയുടെ യഥാർത്ഥ സ്വരൂപം, അങ്ങയുടെ യഥാർത്ഥ സ്വഭാവം ആദിയിലുള്ളതാണ്. പ്രപഞ്ചം ഉണ്ടാകുമ്പോൾ അതെന്താണോ, ഏത് രൂപത്തിലാണോ ഉള്ളത്, അതാണ് അതിൻ്റെ ശരിയായ സ്വരൂപം. ആ രൂപവും ഭാവമൊന്നും ഇല്ലാത്തതാണ്. പക്ഷെ അതിൽ നിന്നും മാറി നിന്നിട്ട് അങ്ങ് എന്തായിത്തീരുന്നു?
അത് അനേക അവതാരങ്ങൾക്ക് കാരണഭൂതമായതാണ്. അവതാരങ്ങളിൽ നിന്ന് അത് തന്നെ ഒന്നാകുന്നതിനാണ് അവതാരം എന്ന് പറയുന്നത്. അപ്പം അത് പലതായി തീരുമ്പോൾ അത് തന്നെയാണ് ആ ഉണ്ടായ സാധനം, അതിനാണ് അവതാരം എന്ന് പറയുന്നത്. അങ്ങനെ അതെന്തായി തീർന്നിട്ടുണ്ട്, ഈ പ്രപഞ്ചത്തിലുള്ള പല സാധനങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഉദാഹരണമാണ്, അങ്ങയുടെ നാഭിയിൽ നിന്ന് തന്നെയാണ് ഒരു താമര ഉണ്ടാവുകയും ആ താമരയിൽ ഞാൻ ഉത്ഭവിച്ചു. അതും അവതാരമായി തന്നെയാണ്, കാരണം അത് തന്നെയാണ് ബ്രഹ്മമായി മാറിയിരിക്കുന്നത്, അല്ലാതെ വേറൊന്നല്ല. അതിൻ്റെ നാഭിയിൽ നിന്ന് തന്നെ ഒരു താമര വന്നു. താമരയെല്ലാം കഥയിലാണ്, അങ്ങനെ വികസിക്കുന്ന തരത്തിൽ പ്രപഞ്ചം ഇനി താമര പോലെ വികസിക്കുകയാണ്. ആ അർത്ഥത്തിൽ എടുക്കണം. ഇനി 3 പറയുകയാണ് മായാതീതനും. മായ കൊണ്ടാണ് ഈ ലോകമെല്ലാം അത് ആയി മാറിയതെങ്കിലും അത് മായയിൽ പെടുന്നില്ല, മായക്കതീതനാണ്. ആവരണമില്ലാത്ത പ്രകാശമാണ്. അതാണ് പ്രകാശം ഈ പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്നത്, ആ ശക്തി വിശേഷമാണ്. ഭേദഭാവമൊന്നുമില്ലാതാണ്. അത് പലതായി തീർന്നെങ്കിലും അത് തന്നെയാണല്ലോ എല്ലാം ആയിട്ട് മാറിയത്. പിന്നെ അതിന് ഭേദം എന്തിനാണ്? അത് തന്നെയാണ് ഹിന്ദു ആയിട്ട് തീരുന്നതും ക്രിസ്ത്യാനിയായിട്ട് തീരുന്നതും മുസ്ലിമായിട്ട് തീരുന്നതും ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും എല്ലാം ആയിട്ട് മാറുന്നത് അത് തന്നെയാണ്. പിന്നെ അവർ തമ്മിൽ ഭേദമുണ്ടാകേണ്ട കാര്യം എന്തിനില്ല? അതിനില്ല, കാരണം അത് തന്നെയാണ് എല്ലാവരും മാറി. പിന്നെ പലതിന് ഉണ്ടായതിനെ പലതായിട്ട് കാണേണ്ട കാര്യം അതിനില്ല. മനുഷ്യർ തമ്മിൽ ഇങ്ങനെയെല്ലാം പറഞ്ഞ് മണ്ടത്തരം കാട്ടുന്നതെന്നല്ലാതെ അതിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം അത് തന്നെയാണ്. കേവല ആനന്ദ സ്വരൂപനാണ്. അതായത് ശാശ്വതമായ ആ ഒരു നിർഗുണാവസ്ഥയിലാണ് ശാശ്വതമായ സമാധാനമുള്ളത്. അതാണ് നിന്റെ നിർഗുണഭാവം. നീ നിർഗുണനാണ്, നിനക്ക് ഗുണമൊന്നുമില്ല. ഗുണങ്ങളെല്ലാം പിന്നെ ഉണ്ടായതിന് തോന്നുന്നതാണ്. സൽഗുണ സ്വരൂപത്തിൽ നിന്ന് ഭിന്നമായിട്ട് ഞാൻ കാണുന്നില്ല. അപ്പം ആ നിർഗുണ സ്വഭാവത്തെ നിന്നെ ഈ പ്രപഞ്ചത്തിൽ പല ഗുണങ്ങളുള്ള സാധനങ്ങളുമായിട്ട് നീ മാറിയെങ്കിലും അതിനെ ഞാൻ നിന്നിൽ നിന്നും വ്യത്യാസമായിട്ട് കാണുന്നില്ല എന്ന് ആര് പറയുകയാണ്? ബ്രഹ്മാവ് പറയുകയാണ്. അപ്പം ബ്രഹ്മാവ് ശാസ്ത്രത്വം മനസ്സിലാക്കിയിട്ടാണ് സൃഷ്ടി നടത്തുക, അല്ലാതെ സൃഷ്ടി നടത്താൻ പറ്റില്ല. ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ ആ ശക്തി അല്ലാതെ കഥയിൽ വരുമ്പോഴാണ് കണ്ണും മൂക്കെല്ലാം വെക്കുന്നത്. ആകയാൽ ആത്മസ്വരൂപനും ലോകത്തെ പ്രകാശിപ്പിക്കുന്നവൻ, ലോകത്തെ അതാണ് ഇങ്ങനെയെല്ലാം പലതായിട്ട് പ്രകാശിപ്പിക്കുന്നു. ലോകത്തിൽ നിന്നും അകന്നു നിൽക്കുന്നവനും അങ്ങനെ ഇതെല്ലാമായിട്ട് മാറിയിട്ടുണ്ടെങ്കിലും പിന്നെ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അവർ തമ്മിലുള്ളതാണ്, ഇതതിൽ തല ഇടില്ല. ഭൂതങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും കാരണ സ്വരൂപവും അപ്പം ഇവരെ കൊണ്ട് ഒരു പുതിയ സുന്ദര ലോകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇന്ദ്രിയങ്ങളെല്ലാം കൊടുത്തിട്ട് ആ ഇന്ദ്രിയങ്ങളിലൂടെ അവരെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നുണ്ട്. മനുഷ്യർക്കെല്ലാം ഇന്ദ്രിയങ്ങൾ, കാണാനും കേൾക്കാനുള്ള അവയവങ്ങളും പ്രവർത്തിക്കാനുള്ള അവയവങ്ങൾ കൊടുത്തിട്ട് ഓരോന്ന് കാണിച്ചു കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുകയാണ്. അത് ചെയ്തു, അത് കണ്ടില്ലേ, അതിനെ ശരിയാക്കി എടുക്കുക. അത് ഉള്ളതില്ല, അത് തന്നെ ഇരുന്നിട്ട് ചെയ്യിപ്പിക്കുകയാണ്. അതിൻ്റെ കാരണസ്വരൂപനുമായ അങ്ങയുടെ രൂപത്തെ ഞാൻ സദാ ആശ്രയിക്കുകയാണ്. അങ്ങനെയുള്ള അങ്ങയെയാണ് ഞാൻ ആശ്രയിച്ചിട്ട് കർമ്മം ചെയ്തോളാം. അപ്പം അങ്ങയെ ആശ്രയിച്ചുകൊണ്ട് അങ്ങയ്ക്ക് വേണ്ടി കർമ്മം ചെയ്യാൻ പോവുകയാണ്, സൃഷ്ടി നടത്താൻ പോവുകയാണ്. ഇനി 4 വിശ്വത്തിൻ്റെ കാരണസ്വരൂപം. അപ്പം ആ ബ്രഹ്മത്തിൽ നിന്നാണ് വിശ്വമുണ്ടായത്. അത് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അതിൽ നിന്ന് തന്നെയാണ്. ഞാൻ സുന്ദരമായ ലോകം ഉണ്ടാക്കണം. ധ്യാനത്തിലൂടെ മാത്രം നിരുവടിയാൽ ദർശിക്കപ്പെട്ടതുമായ ഈ സ്വരൂപത്തെ ബ്രഹ്മാവ് ഗാഠമായിട്ട് ചിന്തിച്ചിട്ട് ഉള്ളിൽ തന്നെ ചിന്തിച്ചിട്ടാണ് ആ രൂപത്തെ മനസ്സിലാക്കിയത്. അങ്ങനെ മനസ്സിലാക്കിയതിനെ ഞാൻ നമസ്കരിക്കുകയാണ്. ആ രൂപത്തിൽ ഞാൻ നമസ്കരിക്കുകയാണ്. ബ്രഹ്മാവ് പറയുകയാണ്. എന്നാൽ അസത്തുക്കളായ നരകാനുഭാവികൾക്ക്, അതായത് അങ്ങനെ ധ്യാനിച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ സാധാരണ ഭൗതികവാദികൾക്ക് അവർ നരകത്തിൻ്റെ അധിപതികളാണ്. നരകത്തിൽ പോകേണ്ടവരാണ്. എന്തുകൊണ്ടാണ്? നരകം എന്ന് പറഞ്ഞാൽ സുഖദുഃഖങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നരകം.
സുഖിച്ചിരിക്കുമ്പോൾ സ്വർഗം, ദുഃഖിക്കുമ്പോൾ കഷ്ടപ്പെടുമ്പോൾ നരകം. അപ്പോൾ സുഖത്തിൻ്റെ പിന്നാലെ ഓടുന്ന ബോധ്യം, അവർ ഓരോ കർമ്മത്തിൻ്റെ പിന്നാലെ ഓടി അടക്കുകയാണ്. അവർക്ക് എപ്പോഴും തന്നെയാണ് ദുഃഖം തന്നെയേ കിട്ടുള്ളൂ, സുഖം കിട്ടാൻ പോകുന്നില്ല. കാരണം എന്തുകൊണ്ട്? ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് കർമ്മം ചെയ്യിപ്പിക്കുന്നത്. ഞാനെന്ന ചിന്ത ഉണ്ടാക്കിയിട്ട് എന്നെ കൊണ്ട് ഒരു ആഗ്രഹം ഉണ്ടാക്കും, പോയി റോഡ് വെട്ട് പൈസ കിട്ടുന്നു. അപ്പം റോഡ് വെട്ടാൻ പോകും, അപ്പം പൈസ കിട്ടും. ആ പൈസ കിട്ടിയാൽ അതുകൊണ്ട് പിന്നെ അടുത്ത ദിവസം പറ്റില്ല, അപ്പം അടുത്ത ദിവസം കിട്ടും. അങ്ങനെ എന്തെങ്കിലും ഒരു റോഡ് വെട്ടിക്കഴിയുമ്പോൾ കാര്യം നടക്കുന്നുണ്ടെങ്കിലും ആഗ്രഹം തീരില്ല. അപ്പം പിന്നെ വേറൊരു ആഗ്രഹം ഉണ്ടാകും, വേറെ എന്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് മരിക്കുന്നത് വരെ തൃപ്തി കിട്ടില്ല. ഒന്ന് കിട്ടിയാൽ പിന്നെ വേറൊരു ആഗ്രഹം ഉണ്ടാക്കും, പിന്നെ അതിനെപ്പറ്റി മറക്കും. അതുകൊണ്ട് അസത്തുക്കളായവർക്ക് നരകാനുഭാവികളാണ്. അവരെന്ത് ചെയ്യുന്നില്ല? നിന്നെ ആരാധിക്കുന്നില്ല. നിന്നെ ആരാധിക്കുന്നില്ല എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ശക്തി ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതാണ് ചെയ്യുന്നത് എന്ന അർത്ഥത്തിൽ അവർ ചെയ്യുന്നില്ല. അവർ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുകയാണ്. ഇനി 5 എന്നിട്ട് ബ്രഹ്മാവ് പറയുകയാണ്, ഹേ രക്ഷക, അതായത് നീയാണ് രക്ഷ, നിന്നിലൂടെ മാത്രമേ എന്തോ ചെയ്യാൻ പറ്റുള്ളൂ. വേദമാകുന്ന കാറ്റിനാൽ കൊണ്ടുവരപ്പെട്ട പരിമളത്തെ, വേദമാകുന്ന കാറ്റ് അതായത് വേദം, ആ സയൻസിലൂടെയാണല്ലോ ഇദ്ദേഹം സൃഷ്ടി നടത്തേണ്ടത്. ബ്രഹ്മാവ് സയൻസിലൂടെയാണ് ആറ്റങ്ങളും ഇലക്ട്രോണും എല്ലാം ഉണ്ടാക്കിയിട്ടാണ് സൃഷ്ടി നടത്താൻ പോകുന്നത്. അപ്പം നിന്നിൽ നിന്നും ഉയർന്നു വന്ന ആ വേദമാകുന്ന പരിമളത്തെ ആരുടെ ചെവിട്ടിലാണോ പതിക്കുന്നത്, അപ്പം ഈ വേദങ്ങൾ, ശാസ്ത്രങ്ങളെല്ലാം ബ്രഹ്മത്തിൽ നിന്നാണ് വന്നത് എന്ന സത്യം വേദത്തിലൂടെ ആരാണോ മനസ്സിലാക്കുന്നത്, അവരുടെ അന്തരാത്മാവിലെ ഭക്തിയാൽ അവർക്ക് എന്തു തോന്നും? ആ ശക്തിയെപ്പറ്റി നല്ല ബോധ്യം ഉണ്ടാവും, അതിനോട് ഭക്തി തോന്നും. അവർ പിന്നെ ആ കാൽക്കല്ലിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകില്ല. അപ്പോൾ വേദത്തിലൂടെ വേണം നമ്മൾ ഈ സത്യം മനസ്സിലാക്കാൻ. ഞാനെന്ന ചിന്ത യഥാർത്ഥത്തിൽ ഞാനല്ല, അത് പിന്നിൽ നമ്മൾ ഒരു കളറത്ര ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ട്, ഒരു ആഗ്രഹം ഉണ്ടാക്കിയിട്ട് നമ്മളെക്കൊണ്ട് ചെയ്യിപ്പിക്കുക, അതാണ് ചെയ്യിപ്പിക്കുന്നതെന്നുള്ള സത്യം വേദത്തിലൂടെ മനസ്സിലാക്കുന്നവൻ ആ ബ്രഹ്മത്തെപ്പറ്റി ശരിക്കും മനസ്സിലാക്കും. പിന്നെ അവൻ അതിൻ്റെ കാൽക്കൽ നിന്ന് പിന്മാറില്ല എന്ന് പറഞ്ഞാൽ ആ സത്യം മനസ്സിലാക്കിയവന് പിന്നെ ദുഃഖവുമില്ല. കാരണം അതാണ് ചെയ്യിപ്പിക്കുന്നത്, നമ്മൾ ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് ചെയ്ത് തീർത്തി. ഇനി 6, ലോകർ എത്ര വരെ നിന്തിരുവടിയുടെ തൃപ്പാദത്തെ ആശ്രയിക്കുന്നില്ലയോ, ലോകർക്ക് ഈ സത്യം, അതാണ് നമ്മളെ കൊണ്ട് ഇത് ജയിപ്പിക്കുന്നത് എന്ന സത്യം എത്രത്തോളം മനസ്സിലാകുന്നില്ലയോ അത്രയും കാലത്തോളം അവർ എന്തു ചെയ്യും? ധനം, ഗൃഹം, ബന്ധുക്കൾ എന്നിവ നിമിത്തമായ, അവർ ധനം നേടാനും ഗൃഹത്തിന് വേണ്ടിയും ബന്ധുക്കൾക്ക് വേണ്ടിയെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കർമ്മം ചെയ്യുകയും ഭീതി, ദുഃഖം, ആശാഭംഗം എന്നിവയാൽ പിന്നെ അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവും? ഭീതി, പേടി, നടക്കുമോ? ദുഃഖം, നടന്നില്ലല്ലോ. ആശ, ചെയ്യണം, എന്തോ ഒരു ആഗ്രഹം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നാലെ ഓടുക. ആശാഭംഗം, ഓടിക്കഴിയുമ്പം പിന്നെ കാര്യം ചിലപ്പോൾ നടന്നില്ലെങ്കിൽ ആശാഭംഗം ഉണ്ടാകും. എന്നിവയാൽ എന്തുകൊണ്ടാണത്? അതിന് കാരണമായ എൻ്റേതെന്ന അന്ധമായ ആഗ്രഹമുള്ളവരാണ്. അതെന്തുകൊണ്ടാണ് ചെയ്യുന്നത്? എൻ്റേത് എന്ന ചിന്തയുള്ളത് കൊണ്ട്. അപ്പോൾ എൻ്റേതെന്ന ചിന്ത വെച്ചിട്ട് എന്ത് കർമ്മം ചെയ്യുകയാണെങ്കിലും ദുഃഖം തന്നെ കിട്ടുള്ളൂ, വേറെ ഒന്നും കിട്ടില്ല. ഏഴില്, ശ്രീകൃഷ്ണ കീർത്തനങ്ങളിൽ വിമുക്തരായവർ. ശ്രീകൃഷ്ണ കീർത്തനം എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ കീർത്തനത്തിലെല്ലാം പറയുന്ന കാര്യം എന്താണ്? ഈ സത്യമാണ്. ഇത് മനസ്സിലാക്കിയിട്ടല്ല, വെറുതെ ചൊല്ലിക്കൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ആ കൃഷ്ണനിലുള്ള തത്വത്തിൽ മനസ്സിലാക്കുക എന്താണ്? എല്ലാം ഞാനും അതാണ്, എന്നിലൂടെ അതാണ് ചെയ്യിപ്പിക്കുന്നത് എന്ന സത്യം മനസ്സിലാക്കാത്തവർ എല്ലാം അതാണ്, ഞാൻ അതാണ്, എന്നിലൂടെയാണ് അത് ചെയ്യിപ്പിക്കുന്നത്, അതിനുവേണ്ടി ഒരു ആഗ്രഹം ഉണ്ടാക്കി വിടുന്നതാണ്
അതിൻ്റെ പിന്നാലെ എന്നെ കൊണ്ട് ഓടിക്കുകയാണ് എന്ന സത്യം മനസ്സിലാക്കാത്തവർ കാമസുഖത്തിൻ്റെ പേരിൽ പിന്നാലെ ഓടി, അവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും കാമങ്ങൾ, ആഗ്രഹങ്ങൾ, അതിൻ്റെ പിന്നാലെ ഓടി അതിതുച്ഛമായ അതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും അംശങ്ങൾ നേടും. തുച്ഛമായ കുറച്ചു നേരത്തേക്കുള്ള എന്തോ കിട്ടും. എന്നിട്ട് അതിനാൽ അതുമായിട്ട് ബാധിച്ച മനോവൃത്തിയോടുകൂടി അതിലൂടെ കിട്ടുന്നത് എന്താണ്? ദുഃഖം തന്നെയായിരിക്കും കൊടുക്കുന്നത്. ആ ദുഃഖമെല്ലാം ബാധിച്ച മനോവൃത്തിയോടുകൂടി ആക്ഷേപകരമായ കാര്യങ്ങൾ ചെയ്ത് കാലം കഴിക്കുന്നു. പിന്നെയും വേറെ എന്തെങ്കിലും നേടാമെന്നുള്ള ഒരു വിശ്വാസത്തോടെ ആക്ഷേപകരമായ, യഥാർത്ഥത്തിൽ ആളുകൾ കേട്ടാൽ എന്തിനിവരിങ്ങനെ ഓടി നടക്കുന്നതെന്നെല്ലാം തോന്നുന്ന തരത്തിലുള്ള ആക്ഷേപകരമായ കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് കാലം കഴിച്ചു കിട്ടും. എന്തിനു വേണ്ടി? സുഖത്തിന് വേണ്ടി. ഞാനാണ് ഇതെല്ലാം എന്ന ചിന്തയോടുകൂടി. ഇനി 8 വാത പിത്ത കഫ, അവരെ ബാധിക്കുന്ന രോഗങ്ങളാണ് വാദം, പിത്തം, കഫം. എല്ലാ രോഗങ്ങളും. ചൂട്, തണുപ്പ്. ചിലപ്പോൾ അവർക്ക് ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റില്ല, ചിലവർക്ക് തണുപ്പ്, ഭയങ്കര തണുപ്പ്, കാറ്റ്, മഴ എന്നിവയാലും അന്യോന്യമുള്ള കാമത്താലും അന്യോന്യമുള്ള കാമം എന്ന് പറയുമ്പോൾ പരസ്പരമുള്ള കാമമുണ്ട്, ശത്രുതയുണ്ട്, എല്ലാം ഉണ്ട് പരസ്പരം. അപ്പോൾ പരസ്പരം ശത്രുത അത് ഇതുമെല്ലാം തോന്നും. കാമത്താലും തീരാ കോപത്താലും അതിൻ്റെ ഫലമായിട്ട് എന്ത് വരും? ദേഷ്യം വരും. ശത്രുക്കളെ കാണുമ്പോൾ ദേഷ്യം വരും. തീരാ കോപത്താലും അടിക്കടി അവർ പീഡിതരായിത്തീരുന്നു. അതിൻ്റെ ഫലമായിട്ട് എപ്പോഴും പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കാണുമ്പോൾ എന്ത് പറ്റുന്നു? ബ്രഹ്മാവ് പറയുകയാണ്, എൻ്റെ മനസ്സ് തളർന്നു പോവുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ എൻ്റെ മനസ്സ് തളരുകയാണ്. കാരണം ഇങ്ങനെയുള്ള ജനങ്ങളെയാണല്ലോ ഞാൻ സൃഷ്ടിച്ച് വിടേണ്ടത്. 9 പറയുന്നു, ഇന്ദ്രിയ രൂപമായ മായയാൽ ഈ വ്യക്തിഭേദത്തെ എത്ര കാലം ഈ ലോകം കണ്ടിരിക്കുന്നുവോ. നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ കണ്ണും കാതും ഇതുമെല്ലാം വെച്ചിട്ട് മനസ്സുമെല്ലാം വെച്ച് അനലൈസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എത്രമാത്രം നമ്മൾ വ്യക്തിഭേദങ്ങൾ, പലതിനും പല ഭേദം കാണുകയാണ്. എല്ലാം ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കാതെ അവൻ ഹിന്ദുവാണ്, അവൻ മുസ്ലിമാണ്, അവൻ ക്രിസ്ത്യാനിയാണ്, അവൻ ബ്രാഹ്മണനാണ്, അവൻ ക്ഷത്രിയനാണ്, അവൻ ശൂദ്രനാണ്, വത്സനാണ്, ഇങ്ങനെയെല്ലാം ചിന്തിച്ചിട്ട് പരസ്പരം ഇതെല്ലാം ചിന്തിക്കുമ്പോൾ അവൻ എന്നെ കണ്ടി ചെറുത്. പിന്നെ അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ തുടങ്ങുന്നത്. അത്രയും കാലം ഇങ്ങനെ ചിന്തിക്കുന്നവർ അത്രയും കാലം ഈ സംസാരം വിട്ടൊഴുകിയില്ല. അവരിങ്ങനെ പിന്നെ എല്ലാ കാലത്തും മരിക്കുകയും ചെയ്യും, പിന്നെയും ജനിക്കും. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഈ സംസാര ലോകത്ത് നിന്ന് മാറാൻ അവർക്ക് പറ്റില്ല. അവർ ദുഃഖ സഞ്ചയത്തെ ചുമന്നുകൊണ്ട് നടക്കും. അവർ എപ്പോഴും ദുഃഖിച്ച്, കാരണം ഈ മതചിന്തകളെല്ലാം ഉണ്ടായിട്ട് തമ്മിൽ തല്ലി അവരവരുടെ ജീവിതം കളയുകയാണ്, തമ്മിൽ തല്ലി മരിക്കുകയാണ്. ഒരിക്കലും ശാന്തിയില്ലാത്ത ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച മാതിരിയാണ് മനുഷ്യൻ ജീവിക്കുക. ഈ കർമ്മത്തിലെല്ലാം തന്നെ അത് പലതിനും പലതായി കാണുമ്പോഴുള്ള കുഴപ്പമാണിത്. ചിലതോടെ എനിക്കൊരു താല്പര്യം തോന്നും, ചിലപ്പോൾ ശത്രുത തോന്നും. പിന്നെ അവിടെ കിടന്നും മനസ്സിൻ്റെ ടെൻഷനും ഒരുമാതിരി തലക്ക് ഭ്രാന്തടിച്ച മാതിരിയാണ് എല്ലാവരും മനുഷ്യരും ഈ ലോകത്തിൽ ജീവിക്കുന്നത്. ഇനി 10 എന്നിട്ട് പറയുകയാണ്, ഋഷികൾ പോലും ഭഗവാന്റെ സമ്പന്നമായ ഭക്തിയിൽ വിമുഖരായി കഴിയുമ്പോൾ, ഈ ഋഷികൾ പോലും ഗ്രന്ഥങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പലവരും അവർക്കും എന്തുണ്ട്? ഭഗവാന്റെ കാര്യം ഓർക്കാതെ പല ഗ്രന്ഥങ്ങളിലും ഋഷികൾ എഴുതിയിട്ടുണ്ട്. ആയുർവേദമെല്ലാം എഴുതിയിട്ടുണ്ട്. അത് ഭൗതിക കാര്യങ്ങളാണ്. വേദവ്യാസം തന്നെ വേദങ്ങൾ എഴുതിയ മുഴുവൻ ഭൗതികമാണ്, ആത്മീയമല്ല. അതിൻ്റെ കുറവുള്ളത് കൊണ്ടാണ് നാരദൻ വന്നു പറഞ്ഞത് അതും കൂടി ചേർത്ത് വെച്ചിട്ട് കാറ്റി കൊടുക്കാൻ. അപ്പോൾ ഋഷികൾ പോലും ഈ ഭൗതിക കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അവർ പോലും ഇങ്ങനെ നിൽക്കുമ്പോൾ മറ്റുള്ള മനുഷ്യരെന്തായിരിക്കുമ്പോഴും പകല് പണിയെടുത്ത്, പകല് വല്ലതും നേടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പണിയെടുക്കുകയും
രാത്രിയിൽ പലതരം ചീത്ത ചിന്തകളാൽ അതും ഇതും ചിന്തിച്ചിട്ട് ഉറക്കം പോലും ഇല്ലാതെ വിധിയുടെ ഫലമായി, അതെല്ലാം ഒരു വിധിയുടെ ഫലമാണ്. അവരിത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്, ഇങ്ങനെ പോയേ പറ്റൂ. ധനോപായ പരിപാടിയിൽ അധീനമായി ധനം സമ്പാദിക്കാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ട് അതിൻ്റെ പിടിയിൽ അമർന്നുകൊണ്ട് ഭൂമിയിൽ ശരീരമായിട്ട് അങ്ങനെ നടക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരമാണ് അവർ. ഇനി 11 പറയുകയാണ്, ജനങ്ങൾ ഭക്തിയോഗത്തിലൂടെ അവരവരുടെ ഭക്തിയോഗത്തിലൂടെ അതിനെ കണ്ടെത്താൻ പറ്റും. അവരവരുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഈശ്വരനെ, ശ്രീഹരിയെ അവർ ഏത് പ്രകാരത്തിൽ ധ്യാനിക്കുന്നുവോ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ധ്യാനിക്കാം. ആ രൂപത്തിൽ അവർക്ക് ആ അനുഗ്രഹം, ആ ശക്തിയുടെ അനുഗ്രഹം ലഭിക്കുന്നു. അതായത് നമ്മൾ കൃഷ്ണനായിട്ട് ആരാധിച്ച കൃഷ്ണൻ്റെ രൂപത്തിൽ അനുഗ്രഹം കിട്ടും. നമുക്ക് ആരാധിക്കുന്ന ഏത് രൂപത്തിലായിരിക്കും, അള്ളാഹിൻ്റെ രൂപത്തിലോ യേശുവിൻ്റെ രൂപത്തിലോ കൃഷ്ണൻ്റെയോ ഏത് രൂപത്തിലോ നിങ്ങൾ എങ്ങനെ ആരാധിച്ചാലും അവർക്കതിൻ്റെ ഗുണം കിട്ടും. അതായത് ഉള്ളിലുള്ള ഈശ്വരനെ ഏത് രൂപത്തിലും നമുക്ക് കാണാം, ഇന്ന രൂപത്തിലൊന്നും കാണണമെന്നൊന്നുമില്ല. പക്ഷേ ആ ഒരു ശക്തിയെ പറ്റി ചിന്തിച്ച് നമ്മൾ നീങ്ങണം. പക്ഷേ ഇനി 12 എന്ത് പറയുന്നു? 12 ഈ പറയുന്നതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. യേശു കൃഷ്ണൻ എന്നെല്ലാം പറയുമ്പോൾ അവിടെ വിഭാഗീയ ചിന്ത രണ്ടായിട്ട് തോന്നിപ്പോകരുത്. അപ്പോൾ 12 പറയാം, എല്ലാ പ്രാണികളിലും ഉറ്റബന്ധുവായിട്ടും അന്തരാമിയായിട്ട് സ്ഥിതി ചെയ്യുന്ന ആ ഏകനായ ശക്തി ഏത് തരത്തിൽ ധ്യാനിച്ചാലും ഒന്ന് മറന്നു പോകരുത്, അത് ഏകനാണ്. അത് വേറൊരാൾ അള്ളാനെ ആരാധിക്കുകയോ വേറൊരാൾ യേശുവിനെ ആരാധിക്കുകയോ എന്തോ ചെയ്തോട്ടെ, പക്ഷെ അതെല്ലാം തന്നെ ഏകനാണ്. ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് ധ്യാനിക്കുന്നത് വെച്ചിട്ട് മറ്റേത് തെറ്റല്ല, അതും ബ്രഹ്മം തന്നെയാണ്. അങ്ങനെ ചിന്തിക്കാത്ത അസത്തുക്കൾക്ക് അത് അസുലഭമാണ്. ആ ബ്രഹ്മസാക്ഷാത്കാര ആ ഒരു അനുഗ്രഹമൊന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ പലതായിട്ട് ഏത് രൂപത്തിലും ആരാധിച്ചോ, പക്ഷേ എല്ലാത്തിലും ഉള്ളത് ഒന്നാണ് എന്നൊരു ചിന്തയില്ലെങ്കിൽ പിന്നെ എങ്ങനെ ആരാധിച്ചിട്ട് ഒരു ദുഃഖം കിട്ടാൻ പോകുന്നില്ല. സകല ജീവജാലങ്ങളിലും സമാനുഗതമായിട്ട് സ്ഥിതി ചെയ്യുന്നത്, അതായത് എല്ലാത്തിലും ഉള്ളത് എവിടെയുള്ളതിനെ ഒരേപോലെ കാണണം, എങ്കിൽ മാത്രമേ അത് പ്രസാദിക്കൂ. അപ്പം നമ്മൾ ഏതോ തരത്തിൽ നമ്മളെ മനസ്സിൽ ആരാധിച്ചാലും വേറെ തരത്തിൽ ആരാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വിഷമമൊന്നും വേണ്ട. ഇത് തന്നെയാണ് ഞാൻ ആരാധിക്കുന്നതിന്, അത് തന്നെയാണ്. അതിനെ സമാന ഭാവത്തിൽ കാണാൻ പറ്റുകയെങ്കിൽ മാത്രമേ അത് പ്രസാദിക്കൂ. അങ്ങനെ കണ്ടാൽ മാത്രമേ അത് പ്രസാദിക്കാൻ പോകുന്നുള്ളൂ. മനസ്സിൽ ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ടുള്ള പൂജോപചാരങ്ങളിൽ അത് പ്രസാദിക്കില്ല. എന്തെങ്കിലും ആഗ്രഹം വെച്ചിട്ട് അതിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു ചുക്കും അത് പ്രസാദിക്കാൻ പോകുന്നില്ല. നമ്മൾ ആരാധിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എല്ലാം നീയാണല്ലോ എന്നെ കൊണ്ട് ജയിക്കുന്നത്, എല്ലാം നീയാണ്, ഞാനില്ല. ഈ ചിന്തയോടുകൂടി അതിനെ മനസ്സിലാക്കാനാണ് ആരാധന വേണ്ടത്. അല്ലാതെ ഈശ്വരനെ പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും നേടാമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് പ്രസാദിക്കാൻ പോകുന്നില്ല. നമ്മൾ അതിനെ പൂജിച്ചിട്ട് എന്തെങ്കിലും നമുക്ക് നേടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ട് കിട്ടാൻ പോകുന്നില്ല. കാരണം അതിന് ഈ കാര്യത്തിലൊന്നും തലയിടാൻ നിൽക്കുന്നതല്ല ബ്രഹ്മം. അതിന് ഈ കാര്യത്തിലൊന്നും തലയിടില്ല. ചെയ്യേണ്ട കാര്യം ഏൽപ്പിച്ചു വെച്ചിട്ടുണ്ട്, അതുമാതിരി അങ്ങ് പോയിക്കോളണം. ബ്രഹ്മാവ് സൃഷ്ടി നടത്തും. ബ്രഹ്മാവിനോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന സമയം ഇന്ന സൃഷ്ടിക്കണമെന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് എനിക്കൊരു കുട്ടീനെ തരണമെന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് പറയും ഇതൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞൂടെ, എനിക്കിവിടെ പെരുപ്പത് ജോലിയുണ്ട്. അതെല്ലാം പോയിട്ട് അങ്ങ് പോയി പറയാറുണ്ട്. ആരുടെ അടുത്ത്? ബ്രഹ്മത്തിൻ്റെ അടുത്തേക്ക്. ബ്രഹ്മത്തിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞാലോ ബ്രഹ്മം കേൾക്കില്ല. അതിനൊരു ഗുണവുമില്ല, ഒരു രുചിയില്ല, ഭാവമില്ല, അതിന് ആരോയിട്ട് ഒരു വിദ്വത്വം ഇല്ല, ഒരു ചുറ്റുമില്ല. അത് ചെവിട് കൊടുക്കാനും പോകുന്നില്ല. ഇനി 13 വിവേകികളായ ജനങ്ങൾ. അപ്പം വിവേകമുള്ള ജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത്?
എല്ലാ കർമ്മങ്ങളും ദാനവും കഠിനമായ തപസ്സുമെല്ലാം വ്രതാനുഷ്ഠാനങ്ങളെല്ലാം കൊണ്ട് അതിനെ ഉപാസിക്കണം. നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും, നമ്മൾ വ്രതം അനുഷ്ഠിക്കുന്നുണ്ടെങ്കിലും, ദാനം ചെയ്യുന്നുണ്ടെങ്കിലും അതിനായിക്കൊണ്ട് ഉപാസിച്ച, അതിനായിക്കൊണ്ട് ചെയ്യണം. അതെന്നെ സൃഷ്ടിച്ചത് ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയാണ്, ഞാനത് ചെയ്തു കൊടുക്കുന്നു, അതിനു വേണ്ടി ചെയ്തു കൊടുക്കുന്നു, എനിക്ക് വേണ്ടിയല്ല. ആ സത്കർമ്മം ഫലം ഒരിക്കലും പാഴാകില്ല. അങ്ങനെ ഒരു കർമ്മം ചെയ്താൽ അതിൻ്റെ ഫലം ഒരിക്കലും പാഴാകില്ല, ഫലം നഷ്ടപ്പെടില്ല. കാരണം നമ്മൾ ഫലം ഇച്ഛിക്കുന്നില്ല. പിന്നെ നമ്മൾ ഫലം ഇച്ഛിക്കരുത് എന്നാണ് പറഞ്ഞത്. അത് ചെയ്യാൻ പറഞ്ഞ് നമ്മൾ ചെയ്തു കൊടുക്കും. ഇപ്പോൾ ഒരു ജോലിക്കാരൻ ഇന്ത്യക്കാരനെ വിളിച്ചിട്ട് ഒരു തെങ്ങ് നടാൻ പറഞ്ഞാൽ അവൻ തെങ്ങ് നടും, പറയുന്ന മതി. അത് കായ്ച്ചാലെന്ത് കായ്ച്ചിട്ടില്ലെങ്കിൽ എന്ത്, അവനതിനെ പറ്റി ചിന്തയില്ല. ചെയ്തു കൊടുക്കാൻ പറഞ്ഞ് ചെയ്തു കൊടുക്കുക, ആ തരത്തിൽ ചെയ്തു കൊടുക്കുക. അപ്പം പിന്നെ എന്തില്ല, പാഴാകില്ല, നമ്മളെ ജീവിതം പാഴാകില്ല. കാരണം ഞാൻ ചെയ്യേണ്ട ജോലി ചെയ്തു കൊടുത്തു. പിന്നെ പാഴാകാൻ എന്ത് കിടക്കുന്നു? ഇനി 14 എന്നിട്ട് ബ്രഹ്മാവ് പറയുകയാണ്, സ്വന്തമായ ക്രിയാശക്തിയാലും അതിൻ്റേതായ ക്രിയാശക്തിയിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഭേദഭാവ വ്യത്യാസമില്ലാത്തവനും ഇവിടെ നടക്കുന്ന ഒന്നിനോടും അതിന് ഒരു വ്യത്യാസവും ഇല്ല. ഈ നാട്ടിൽ ഹിന്ദുവുണ്ടോ, മുസ്ലിമുണ്ടോ, തമിഴനുണ്ടോ, കർണാടകക്കാരനുണ്ടോ, അമേരിക്കക്കാരനുണ്ടോ, ചൈനക്കാരനുണ്ടോ, ആര് എന്തു ആയാലും അതിനൊരു പട്ടിയായാലും പൂച്ചയായാലും അതിനോടൊന്നും ഒരു ഭാവവ്യത്യാസം അതിനില്ല. കാരണം അത് തന്നെയാണ് ഇതെല്ലായിട്ടും മാറിയിരിക്കുന്നത്. പിന്നെ എന്തിനാ ഭാവവ്യത്യാസം? കാരണം ഒന്നിനെ രണ്ടിനെ രണ്ടായിട്ട് കാണുന്നില്ല. പിന്നെ അതിൻ്റെ അകത്ത് കയറിയിട്ട് പക്ഷം പിടിക്കേണ്ട കാര്യമൊന്നും അതിനില്ല. പിന്നെ അത് പറഞ്ഞ കാര്യത്തിൽ ഇവരെല്ലാം കാര്യം നടത്തി ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കും. അതിനനുസരിച്ചെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ അവന് കിട്ടേണ്ടത് കിട്ടും. ബോധമാവുന്ന വിദ്യാശക്തിയോട് കൂടിയതുമായ ആ പരമപുരുഷന് നമസ്കാരം. അങ്ങനെ ആ ശക്തിക്ക് ബ്രഹ്മാവ് നമസ്കാരം പറയുകയാണ്. പ്രപഞ്ച സൃഷ്ടിസ്ഥിതി സംഹാരമായ മായയാൽ, മായയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു, സംരക്ഷിക്കുന്നു, അവസാന ആവശ്യം കഴിയുമ്പോൾ നശിപ്പിക്കുന്നു. നടത്തുന്നവരും, സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തുന്നവരും അവന് സർവത്തെയും നിയന്ത്രിക്കുന്നവനുമായ, എന്നിട്ട് സൃഷ്ടിച്ചിട്ട് അതിനെല്ലാം നിയന്ത്രിച്ച് കർമ്മങ്ങൾ കൊണ്ടുപോകും. നമ്മളെല്ലാം നിയന്ത്രിച്ച് കൊണ്ടുപോവുകയാണ്. പിന്നെ നമ്മൾ അങ്ങോട്ട് കയറി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ആടുകളെ ഇങ്ങനെ തെളിച്ചു കൊണ്ടുപോകുമല്ലോ. അപ്പോൾ ആട് കയറിയിട്ട് ഇങ്ങോട്ട് പോകണ്ട, നമുക്ക് ഇങ്ങോട്ട് പോയാൽ പറ്റുമെന്നൊന്നും ചോദിക്കൊന്നുമില്ല. ചോദിച്ചിട്ട് കാര്യമില്ല. നീ പോടെ അതിനാണ് കമ്പെടുത്തിരിക്കുന്നത്. നീ ഇതിലേ പോയാൽ മതി, ഞാൻ അടിക്കുന്ന വഴിക്ക് പോയാൽ മതി. അല്ല ആട് കയറിയിട്ട് ഞാൻ ഇങ്ങോട്ട് പോയിക്കോട്ടെ, ഇങ്ങോട്ട് പോകാന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരടിയും കൂടി അറിയില്ല. അതുപോലെ നമ്മളെ തെളിച്ചു കൊണ്ടുപോവുകയാണ്. ആ പോകുന്ന വഴിയിലൊക്കെ അങ്ങ് പോയാൽ മതി. ആ ശ്രീഹരിക്ക് നമസ്കാരം. ആരാ പറയുന്നത്? ബ്രഹ്മാവ് പറയാണ്. ബ്രഹ്മാവിനെ തെളിച്ചുകൊണ്ട് പോവുകയാണ്. എൻ്റെ 15 പറയാണ്, അവൻ്റെ അവതാരങ്ങൾ, ഗുണങ്ങൾ, കർമ്മങ്ങൾ, അതായത് അവനെപ്പറ്റി ശരിക്കും മനസ്സിലാക്കിയിട്ട്, എല്ലാം അവനാണ് എന്ന തത്വം മനസ്സിലാക്കിയിട്ട് എന്നിവയെ സൂചിപ്പിക്കുന്ന തിരുനാമങ്ങൾ. അപ്പോൾ ആ പരമാത്മാവിനെ പല പേരിൽ അറിയപ്പെടും. ആ തിരുനാമങ്ങളിലൂടെയെല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന എന്തായിരിക്കും? ഒന്നിക്കതിൻ്റെ അവതാരത്തെ പറ്റിയായിരിക്കും, അല്ലെങ്കിൽ ഗുണങ്ങളെ പറ്റിയായിരിക്കും, അല്ലെങ്കിൽ കർമ്മങ്ങൾ, അത് ചെയ്ത കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ പേരുമെല്ലാം കൊടുത്തിരിക്കുന്നത്. ആ പേരുകൾ യാതൊരുവൻ പ്രാണൻ വെടിയുന്ന സമയത്ത് ഉച്ചരിക്കുന്നുവോ, മരിക്കുന്ന സമയത്ത് അതോ ആർത്തുകൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് മരിച്ചാൽ അവൻ ഉടനെ ബ്രഹ്മം പ്രാപിക്കും, ബ്രഹ്മത്തെ പ്രാപിക്കും. പിന്നെ അവന് പുനർജന്മമില്ല. അങ്ങനെയുള്ള ആ ജന്മരഹിതനെ ശരണം പ്രാപിക്കും. അവൻ ജനിച്ചതൊന്നുമല്ല, അവൻ ജനിക്കുന്നുമില്ല. ഇതെല്ലാവരും മായയിലൂടെയുള്ള ഒരു കളിയായിട്ട് കണ്ടാൽ മതി. എന്തിനാണെന്നുള്ളത് മനസ്സിലാവില്ല എന്ന് പണ്ട് പറയുകയും ചെയ്തു. അത് യുക്തി വെച്ചൊന്നും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള ആ ജയിക്കാത്തവനായ ശ്രീഹരിക്ക് ബ്രഹ്മാവ് നമസ്കാരം പറയുക, ശരണം പ്രാപിക്കുന്നു എന്ന് പറയുക. 16 പറയാണ്, ഒന്ന് മാത്രമായ അത് അനേകമായി സ്വയം പിരിഞ്ഞ്. അപ്പോൾ ആദ്യം പിന്നെ അത് തന്നെ പറയുകയാണ്.
ഒന്നായിരുന്നു അത്. അതെന്ത് ചെയ്തു? പല ഈ പ്രപഞ്ചത്തിലുള്ള പലതല്ലായിട്ടും അത് തന്നെ മാറി. വിഷ്ണുവായി, അതായത് വിഷ്ണുവായിട്ട് മാറിയിട്ടുണ്ട്. ഞാനായിട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രഹ്മാവായിട്ട് മാറിയിട്ടുണ്ട്. ശിവനായിട്ട് മാറിയിട്ടുണ്ട്. അതിൽ പിന്നെ അതിൻ്റെ ശാഖയായിട്ട് എല്ലാം പിരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായതാണ് നമ്മൾ. എന്നിട്ട് ശാഖകളായി വളർന്നു നിൽക്കുന്നത്. അങ്ങനെയുള്ള ആ വിശ്വവൃക്ഷത്തിന് നമസ്കാരം. അങ്ങനെ അത് ശാഖയായിട്ട് കാണുന്നതാണ് ഈ പ്രപഞ്ചമാകുന്ന വൃക്ഷം, വിശ്വവൃക്ഷം. അതിനെ ഇവിടെ ഒരു വൃക്ഷമായിട്ട് ചിത്രീകരിക്കുകയാണ്. മുമ്പ് വിരാട സ്വരൂപമായിട്ട് ചിത്രീകരിച്ചു. ഇപ്പോൾ ഒരു വൃക്ഷം പോലെ ഇങ്ങനെ പടർന്ന് എല്ലായി മാറി. അതിന് നമസ്കാരമില്ല. 14. ഇനി 17 പറയുകയാണ്, ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ടതായ ലോകത്തിൽ. ഉപദേശിക്കുന്ന ഭഗവാൻ ഉപദേശിച്ചിട്ടുണ്ട്, നീ ഇങ്ങനെ പോകണം. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു കർമ്മം ചെയ്യാനാണ്, ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കാനാണ്. അതിന് വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഉപദേശിച്ചിട്ടുണ്ട് ഇങ്ങനെ പോകണം. ലോകത്തിൽ ഭഗവാന്റെ കർമ്മത്തിൽ ശ്രദ്ധിക്കാതെ, അതൊന്നും ശ്രദ്ധിക്കാതെ എനിക്ക് വേണ്ടി എന്ന് വച്ചുകൊണ്ട് വിരുദ്ധ കർമ്മങ്ങളിൽ മുറങ്ങിയിരിക്കുന്നിടത്തോളം കാലം, ആ ചെയ്യേണ്ട കർമ്മമൊന്നും ചെയ്യാതെ വേറെ വല്ലതും ചെയ്തുകൊണ്ട് അതിൽ മുഴുകിയിരിക്കുന്നിടത്തോളം കാലം അതിൻ്റെ അഭിലാഷത്തെ കുറിച്ച്, അവൻ്റെ അഭിലാഷങ്ങളെ മുറിച്ചു കളയും. അവൻ്റെ ഒരാഗ്രഹവും സാധിക്കാൻ പോകുന്നില്ല. അതായത് നമ്മൾ എനിക്ക് വേണ്ടി എന്ന് വെച്ച് എന്ത് ചെയ്താലും ഒരിക്കലും ആഗ്രഹം സാധിക്കാൻ പോകുന്നില്ല. അങ്ങനെയുള്ള മുറിച്ചു കളയുന്ന ഭഗവാന് നമസ്കാരം. ആര് നമസ്കാരം പറയുന്നു? ബ്രഹ്മാവ്. ഇനി 18. എന്നിട്ട് പാണ്ഡിൽ പറയാണ്, കാലത്തിൻ്റെ ആത്മാവായ ഞങ്ങളിൽ നിന്നും, ആ കാലത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാൻ, കാലത്തിനൊരു പ്ലാനുണ്ട്. ആ പ്ലാൻ അനുസരിച്ചാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. എൻ്റെ ആത്മാവും ആ പ്ലാനിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. ആ കർമ്മം ചെയ്യാനാണ്. ആ പ്ലാൻ ആയ ഞാൻ 2 അർദ്ധകാലമായി നിലകൊള്ളുന്ന ഈ സ്ഥാനത്തെ അധിവസിക്കുമ്പോൾ ഭയക്കുന്നു. ലോകമെന്നുണ്ട് 2 അർദ്ധഭാഗങ്ങളുണ്ട്. ഒന്ന് പ്രളയം വരെയുള്ള ഭാഗം, ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു അർദ്ധഭാഗം എന്തായിരിക്കും? വെറുതെ പ്രളയം കഴിഞ്ഞിട്ട് അങ്ങനെ ഉറങ്ങുന്ന ഒരവസ്ഥ. അപ്പോൾ അതിനെയെല്ലാം ഞാൻ ഭയക്കുകയാണ് എന്ന് പറയുകയാണ്. ആര്? ബ്രഹ്മാവ്. അത്രയും വലിയൊരു കർമ്മമാണ് ഇനി ഞാൻ ചെയ്യേണ്ടത്. അതിനാൽ അങ്ങയെ അകമേ അവരോധിക്കുവാനായി, അതുകൊണ്ട് ഈ ഒരു കർമ്മം ഏറ്റെടുക്കാൻ ഇത്രയും വലിയ കാലഘട്ടത്തിൽ ചെയ്യേണ്ട ഒരു ജോലിയാണ് ബ്രഹ്മാവ് ചെയ്യേണ്ടത്. അതിനാണ് നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ കർമ്മം ഏറ്റെടുക്കണമെങ്കിൽ ആ ഭയം മൂലം ഞാൻ എന്ത് ചെയ്യുന്നു? അങ്ങയെ അകത്ത് അവരോധിക്കാൻ. അങ്ങയെ ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ കാണുകയാണ്. അങ്ങേര് എൻ്റെ ഉള്ളിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ അങ്ങേരാണ് ജയിപ്പിക്കുന്നത്. പിന്നെ ഞാൻ സ്വതന്ത്രമായി, പിന്നെ ഞാൻ പഠിക്കേണ്ടത്. ആ ബ്രഹ്മാവ് തന്നെ, ബ്രഹ്മം തന്നെ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുകയാണെങ്കിൽ, എൻ്റെ ഉള്ളിലിരുന്ന് എനിക്ക് ബോധ്യം വരികയാണ്, ആ വിഷ്ണു എൻ്റെ ഉള്ളിലുണ്ട്, അവനാണ് എന്നെ കൊള്ളത്തിൽ നിന്ന് ചെയ്യിപ്പിക്കുന്നത് എന്ന് ബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പേടിയൊന്നുമില്ല. ആ വിഷ്ണു അല്ലേ കൊണ്ടുപോകുന്നു, ഞാനെന്തിനാ ഭയക്കുന്നത്? അപ്പം ആ ഒരു ശക്തിയെ ഞാൻ എന്നിൽ അവരോധിക്കാനായി യജ്ഞാനുഷ്ഠാനത്തോടെ ഞാൻ യജ്ഞം ചെയ്തുകൊണ്ട്, അങ്ങേക്ക് ചെയ്യേണ്ടതായ കർമ്മങ്ങൾ ഞാൻ ചെയ്തുകൊണ്ട്, അങ്ങേരെന്താണോ എന്നിൽ കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതായത് സൃഷ്ടി നടത്തുക, ആ സൃഷ്ടി ചെയ്തുകൊണ്ട് ഞാൻ തപസ്സനുഷ്ഠിക്കുന്നു. തപസ്സനുഷ്ഠിക്കുന്നതാണ് ഒരേ ലക്ഷ്യത്തോടുകൂടി അങ്ങേക്ക് വേണ്ടിയിട്ട് അങ്ങേരുടെ ഉദ്ദേശം എന്താണോ അതിനനുസരിച്ച് നീങ്ങുക. ആ ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക്, ഇതിന് അങ്ങേ ഏൽപ്പിച്ച ജോലി കൃത്യമായിട്ട് ചെയ്തു കൊടുത്തേക്കാം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി, അതാണ് തപസ്. ഞാൻ തപസ്സനുഷ്ഠിക്കുകയാണ് ആ കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ട്. ആ യജ്ഞങ്ങളുടെ അധിപനും, അതായത് ഞാൻ എന്തെല്ലാമോ കർമ്മം ചെയ്യുന്നത്, സൃഷ്ടി നടത്തുന്നതാണെങ്കിൽ സൃഷ്ടി നടത്തുന്നത്, അതിൻ്റെ അധിപനും അതിൻ്റെ ജ്ഞാനവും അങ്ങിൽ നിന്നാണ്. അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം.
അപ്പം ഞാനെന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് തീരുമാനിച്ച വരികയാണ്. അങ്ങ് നൽകിയ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നു. അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം. ഇനി 19 നടക്കാൻ ആവിഷ്കരിച്ച എന്താണോ ഇവിടെ സംഭവിക്കേണ്ടത് അതിനൊരു പ്ലാൻ പ്രകാരം ഒരു പ്ലാൻ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. അതിനനുസരിച്ച് എല്ലാവരെയും സൃഷ്ടിക്കുന്നു. അപ്പം നടക്കാൻ ആവിഷ്കരിച്ച ധർമ്മ മര്യാദകളെ പാലിക്കുന്നവനും അതിനനുസരിച്ച് പാലിച്ചുകൊണ്ടാണ് പോകുന്നത്. അതുമാതിരി തന്നെ അതേപോലെ കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ലോകം ഇങ്ങനെ പുരോഗമിക്കണം, അതിനുവേണ്ടി ഇന്നെല്ലാം സൃഷ്ടിക്കണം, അവരിലൂടെ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കണം, അത് പാലിച്ചു കൊണ്ടുപോവുകയാണ്. അതുപോലെ തന്നെയാണ് കാര്യം പോകുന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് അതുപോലെ പോകുന്നു എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് തന്നെയാണ് കർമ്മം ചെയ്യിപ്പിക്കുന്നത്. ഇച്ഛയോടെ സ്വന്തം ഇഷ്ടപ്രകാരം മനുഷ്യരെയും ദേവകളെയും എല്ലാം സൃഷ്ടിച്ചിട്ട് ഇങ്ങനെ എന്നിത്യാദി ജീവജാലങ്ങളെ പല യോനികളിൽ ജനിപ്പിച്ച്, ഈ കർമ്മങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നു പോകാൻ വേണ്ടിയിട്ട് പല യോനികളിൽ പല ജീവജാലങ്ങളെ സൃഷ്ടിച്ചിട്ട്, മനുഷ്യരെ തന്നെ പല യോനികളിൽ പല തരത്തിൽ സൃഷ്ടിച്ചിട്ട്, മൃഗങ്ങളെ എല്ലാം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നിട്ടോ വിഷയസുഖം തീരെ ചിന്തിക്കാതെ, എന്നിട്ട് അതിന് വിഷയസുഖങ്ങളൊന്നും ചിന്തിക്കില്ല. അത് തന്നെയാണ് ഇത് പലതായിട്ട് മാറിയിട്ട് എല്ലാവരെ കൊണ്ടും കർമ്മം ചെയ്യിക്കുമ്പോൾ അതിന് വിഷയസുഖത്തിലൊന്നും താല്പര്യമില്ല. ഈ മനുഷ്യർക്കാണ് ഉണ്ടായ മനുഷ്യര് ഞാനെന്ന ചിന്ത വരുമ്പോഴാണ് വിഷയസുഖത്തെപ്പറ്റി ചിന്തിക്കുന്നത്. അതിന് ഇതിലൊന്നും ചിന്തയില്ല. ആ പുരുഷോത്തമന് നമസ്കാരം. അങ്ങനെ നിൽക്കുന്ന ആ പുരുഷോത്തമന്, അങ്ങനെ കർമ്മം ചെയ്യുന്ന, അതായത് നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തി വിശേഷത്തിന് നമസ്കാരം. അതാണ് എല്ലാം ചെയ്യിപ്പിക്കുന്നത്. ഇനി 20-23 20-21 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പഞ്ചവൃത്തികളായ കർമ്മത്തിൽ പഞ്ചഭൂതങ്ങളെ കൊണ്ടുള്ള കർമ്മങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എല്ലാം പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അവിദ്യയാൽ ബാധിതനാകാതെ, അവിദ്യയിലൂടെയാണ്, അതായത് മോഡേൺ സയൻസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്. പക്ഷേ അതിന് ബാധ്യതയൊന്നും ഇല്ല. പ്രപഞ്ച സൃഷ്ടിയുടെ പ്രസരിപ്പ് ഉള്ളിലൊതുക്കി, പ്രപഞ്ചം സൃഷ്ടിക്കണമെന്നുള്ള ആഗ്രഹമെല്ലാം ആ സൃഷ്ടിക്കാനുള്ള ആഗ്രഹം ഉള്ളിലൊതുക്കിക്കൊണ്ട് ഭയങ്കരമായ തിരമാലകളുള്ള ജലമധ്യത്തിൽ സർപ്പത്തെ പോലെയുള്ള സമാനമായ നിലയിൽ സർപ്പത്തിൻ്റെ മേലെ ശയിച്ചുകൊണ്ട് ജീവരാശികളുടെ വിശ്രമാനന്ദത്തെ വ്യക്തമാക്കിക്കൊണ്ട് കിടക്കുന്ന ആ കീർത്തനീയൻ്റെ, അപ്പോൾ ആദ്യം എന്തായിരുന്നു, പ്രപഞ്ചത്തെ സൃഷ്ടിക്കണം എന്നുള്ള നല്ലൊരു സങ്കല്പത്തോടു കൂടി ഒരു സർപ്പത്തെ കണക്കായിട്ടുള്ള ഒരു നാഗത്തിൻ്റെ പുറത്ത് തയ്ക്കുന്നത് പോലെ ആഗ്രഹങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് കിടന്നിരുന്ന അദ്ദേഹത്തിൻ്റെ നാഭി കമലത്തിൽ നിന്ന് 3 ലോകങ്ങളുടെയും, അദ്ദേഹത്തിൻ്റെ നാഭി കമലത്തിൽ നിന്നാണ് 3 ലോകങ്ങളുടെയും സൃഷ്ടിക്കുവാൻ വേണ്ടി ഞാൻ ഉത്ഭവിച്ചത്. ആ ഒരു അവസ്ഥയിലാണ് ആ നാഭിയിൽ നിന്നും 3 ലോകങ്ങളെയും സൃഷ്ടിക്കാനായിക്കൊണ്ട് ഞാൻ, അതിൻ്റെ കർത്താവായി ഞാൻ ജനിച്ചത്. ആ ശക്തി യോഗനിദ്രയുടെ അവസാനത്തിൽ, അതായത് കുറച്ചു കാലം കിടന്നുറങ്ങുമെന്ന് പറഞ്ഞല്ലോ, എന്നിട്ടാണല്ലോ പിന്നെ ബ്രഹ്മത്തിൻ്റെ രാത്രി, പിന്നെ പകൽ തുടങ്ങുമ്പോൾ, അതായത് യോഗനിദ്രയുടെ അവസാനത്തിൽ താമരക്കണ്ണ് പോലെയാണ് വികസിച്ച് വരുന്നത്. ഒരു താമര ഇങ്ങനെ വികസിച്ച് വരുന്ന മാതിരിയാണ് അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ പ്രപഞ്ചം വികസിച്ച് വരുന്നത്. ആ ശക്തിക്ക് നമസ്കാരം പറയുകയാണ്. ഇനി 22. എന്നിട്ട് 22 ബ്രഹ്മാവ് അപേക്ഷിക്കുന്ന എന്തെന്നാൽ, സമസ്ത സർവലോക ഹിതകാരിയും സർവലോകത്തിന് ഹിതകാരിയായിരിക്കുന്ന ഏകനായിരിക്കുന്ന
അന്തരാമിയായി വർത്തിക്കുന്ന, എല്ലാത്തിൻ്റെയും ഉള്ളിൽ വർത്തിക്കുന്ന ജ്ഞാനത്താലും സ്വന്തം ജ്ഞാനത്താലും വിദ്യയാലും സയൻസിനാലും ഐശ്വര്യത്താലും അതിൽ നിന്നാണ് ഈ ഐശ്വര്യം ഉണ്ടാകുന്നത്. വിശ്വത്തെ സുഖിപ്പിക്കുന്നവനും, അങ്ങനെ ഒരു വിശ്വം ഉണ്ടാക്കി സുഖിപ്പിക്കുന്ന ആ ശക്തി, അത് എൻ്റെ പ്രജ്ഞാദൃഷ്ടിയെ അനുസ്പർശിക്കണേ. അത് എനിക്ക് എൻ്റെ പ്രജ്ഞാദൃഷ്ടിയെ, അതായത് ആ ഒരു ദൃഷ്ടി, ആ കർമ്മം, അതിനനുസരിച്ച് കർമ്മം ചെയ്യാനുള്ള ഒരു ദൃഷ്ടി എനിക്ക് ഉണ്ടാക്കി തരണേ. അതുവഴി മുൻപടിക്ക് തന്നെ, അതായത് മുൻപ് എങ്ങനെയാണോ പ്രപഞ്ചങ്ങൾ സൃഷ്ടിച്ചിരുന്നത്, അതാണല്ലോ പ്രളയത്തിൽ നയിച്ചത്, അതേ ക്രമത്തിൽ തന്നെ ഈ ലോകത്തെയും ഞാൻ സൃഷ്ടിച്ചു കൊള്ളാം. എനിക്ക് ആ ദീർഘവീക്ഷണം തന്നാൽ മതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, നിന്റെ ഇഷ്ടപ്രകാരം തന്നെ മുമ്പ് എങ്ങനെയാണോ കഴിഞ്ഞ ലോക പ്രപഞ്ചമെല്ലാം ഉണ്ടായി പ്രളയത്തിന് മുമ്പിലുള്ള ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഞാൻ സൃഷ്ടിച്ചു കൊള്ളാം. ഇനി 23 പറയുന്നത്, ശരണാഗതർക്കായി ലക്ഷ്മി ദേവിയോടൊത്ത്, കാരണം ദ്വയമായിട്ടാണ് ഈ ശക്തി പ്രവർത്തിക്കുന്നത്. പല അവതാരങ്ങൾ എടുത്ത് അത് തന്നെയാണല്ലോ എല്ലാമായിട്ട് മാറുന്നത്. അപ്പോൾ അത് തന്നെയാണ് ലക്ഷ്മിയായിട്ട് ദ്വയമായിട്ട് എല്ലാമായിട്ട് പ്രപഞ്ചത്തിൽ മാറുന്നത്. യാതൊന്ന് ചെയ്യുന്നുവോ, അങ്ങനെ അവതാരങ്ങൾ എടുത്ത് പലതായിട്ട് മാറിയിട്ട് എന്താണോ ചെയ്യുന്നത്, ആ ഭഗവാൻ വിശ്വസൃഷ്ടി ചെയ്യുന്ന എന്നെ, അപ്പോൾ ആ ഭഗവാൻ തന്നെയാണ് എല്ലാമായിട്ട് മാറുന്നത്. ആ ഭഗവാൻ എന്ത് വേണം, ആ വിശ്വസൃഷ്ടി ചെയ്യാൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ വിശ്വസൃഷ്ടി ചെയ്യുന്ന എന്നെ ആ മനസ്സിൽ ചേർക്കണമേ. അപ്പം എൻ്റെ മനസ്സ് ഏതിലെത്തണം, ആ വിഷ്ണുവിൻ്റെ മനസ്സിലേക്ക് വരണം. ആ വിഷ്ണു എന്താണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആ ബ്രഹ്മം എന്താണോ ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ച് എനിക്ക് കർമ്മം ചെയ്യാൻ പറ്റണം. എൻ്റെ മനസ്സിൽ ഞാനെന്ന ചിന്തയോടുകൂടിയല്ല ചെയ്യേണ്ടത്. എൻ്റെ മനസ്സിൽ എനിക്ക് എന്ന ചിന്തയോടുകൂടി ചെയ്യരുത്. എൻ്റെ മനസ്സെപ്പോഴും എവിടെയായിരിക്കണം, അങ്ങയുടെ മനസ്സിലായിരിക്കണം. ആ പ്രപഞ്ച സൃഷ്ടി നടത്തുന്ന ശക്തി എന്താണോ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചത്, ആ ചിന്തയോടുകൂടിയാണ് ഞാൻ സൃഷ്ടി നടത്തേണ്ടത്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, നമ്മൾ ആ ബ്രഹ്മത്തിൻ്റെ അടുത്ത്, ബ്രഹ്മാവിൻ്റെ സൃഷ്ടി നടത്തുന്ന ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയിട്ട് എനിക്കൊരു കൊച്ചിനെ തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. അതിൻ്റെ മനസ്സ് എവിടെ കിടക്കുകയാണ്, ആ ബ്രഹ്മത്തിൽ കിടക്കുകയാണ്. ബ്രഹ്മത്തിന് എന്താണ് ആഗ്രഹിക്കുന്നത്, ബ്രഹ്മമല്ല, ആ പരമാത്മാവ്, ബ്രഹ്മത്തിൻ്റെ അടുത്ത സ്റ്റേജ് പരമാത്മാവ്. ആ പ്ലാൻ അനുസരിച്ചാണല്ലോ നടക്കുന്നത്. ആ പ്ലാനിൽ കിടക്കുകയാണ്. ആ പ്ലാനിൽ പറയുന്ന മാതിരിയേ ഞാൻ ചെയ്യുള്ളൂ. എൻ്റെ മനസ്സ് അവിടെയാണ്. അല്ല, എൻ്റെ അടുത്ത് ആ മനസ്സുണ്ടെങ്കിൽ ഞാൻ പോയി പറയുമ്പോൾ പ്രമോദ് പോയിട്ട് എനിക്കൊരു കുട്ടിനെ തരണം എന്ന് പറയുമ്പോൾ ശരി കൊടുത്തേക്കാം, അങ്ങനെ ചോദിക്കാൻ പറ്റും. ഇതല്ല, മനസ്സ് അവിടെ കിടക്കുകയാണ്, ആ പരമാത്മാവ് കിടക്കുകയാണ്. ആ പ്ലാൻ അനുസരിച്ചേ ചെയ്യുള്ളൂ. അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല. ചെയ്യേണ്ട ചെയ്ത് കൊടുത്ത് പോയിക്കോളൂ. അപ്പുറമൊന്നുമില്ല. ആര് വിചാരിച്ചാലും ഒരു ചിക്കും ചെയ്യാൻ പറ്റും. കാരണം അതിൻ്റെ മനസ്സ് അവിടെയാണ്, സൃഷ്ടിക്കുന്ന മനസ്സിൻ്റെ അവിടെയാണ്, സംരക്ഷിക്കുന്ന വിഷ്ണുവിൻ്റെ മനസ്സും അവിടെയാണ്, നശിപ്പിക്കുന്ന ശിവൻ്റെ മനസ്സും. ആ മനസ്സിൽ, ആ പരമാത്മാവിൽ, ആ പ്ലാനിൽ എന്താണോ ഉള്ളതോ അതുപോലെ അത് ചെയ്യും. വേറെ ഒന്നും വഴിയില്ല. അതുകൊണ്ടാണ് ആഗ്രഹം വെച്ചിട്ട് ചോദിച്ചോളൊന്നും ഒരു കാര്യം കിട്ടില്ല എന്ന് നേരത്തെ പറഞ്ഞു തന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു, ഏത് കർമ്മത്തെയും കർമ്മഫലത്തെയും എനിക്ക് വിട്ടുകളയുവാനാകും. അതുകൊണ്ട് കർമ്മത്തെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല, കർമ്മഫലത്തെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല. നീ എന്താണോ പറയുന്നത് അതുമാതിരി ഞാൻ ചെയ്തത് സൃഷ്ടിച്ച് വിടുന്നു. എന്താണ് ആ പ്ലാനിലുള്ളത് അതുമാതിരി സൃഷ്ടിച്ച് വിടുന്നു. ഇനി 24 ജലത്തിൽ വർത്തിക്കുന്ന അളവറ്റ ശക്തിയോടുകൂടിയ ആ ശ്രീഹരിയുടെ നാഭയിൽ നിന്ന്, ആദ്യം ശൂന്യമായ സ്ഥലത്തൊരു ശക്തിയായിരുന്നു. ആ ശക്തിയുടെ നാഭിയിൽ നിന്ന് കഥയിൽ പറയുന്നതാണ്. വിജ്ഞാനത്വത്തോടുകൂടി ഉത്ഭവിച്ച ഞാൻ, ആ ജ്ഞാനമെല്ലാം ചെയ്യേണ്ട കർമ്മവും വേദങ്ങളും എല്ലാം അവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടാണ് വന്നത്. ഞാൻ
ആ ശ്രീഹരിയുടെ വിവിധ സ്വരൂപങ്ങളെ അവതരിപ്പിക്കുമ്പോൾ ആ ശ്രീഹരിയുടെ തന്നെ രൂപങ്ങളെ, ആ ഭഗവാന്റെ രൂപങ്ങളെ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. അതിനെ തന്നെയാണ് പലതായിട്ട് സൃഷ്ടിക്കുന്നത്. ആ ശ്രീഹരിയെ എന്നിലേക്ക് ഭഗവാനെ തന്നെയാണ് പലതായിട്ട് വിഭജിച്ചിട്ട് പ്രബോധനലായിട്ട് മാറ്റുന്നത്. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ വേദവചനങ്ങൾ പിൻബലമായി ഉണ്ടാകണം. വേദവചനങ്ങൾ പിൻബലമായിട്ടുണ്ടാകണം. ഞാൻ സൃഷ്ടിക്കുന്നത് ഏതിനനുസരിച്ചാണ്? ആ വേദം സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ എനിക്ക് വേറെ തരത്തിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നില്ല. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇലക്ട്രോണൊക്കെ പ്രോട്ടോണിയും കൂട്ടി ആറ്റം ഉണ്ടാക്കും, ആറ്റങ്ങളെ കൂട്ടി തന്മാത്രകൾ ഉണ്ടാക്കും. ഇങ്ങനെ അങ്ങ് സൃഷ്ടിച്ച് പോകും. ഇനി 25 പറയുകയാണ്, മഹാകാരുണികനും ആദിമ പുരുഷനുമായ ബ്രഹ്മം അങ്ങ് വർദ്ധിച്ച സ്നേഹത്തോടെയും പുഞ്ചിരിയോടും താമര കണ്ണുകളോടും വിശ്വസൃഷ്ടിക്കായിട്ട് എഴുന്നേറ്റിരുന്നിട്ട്, അപ്പം അങ്ങ് കിടക്കുകയാണല്ലോ. കിടക്കുകയെന്നുള്ള ഉറങ്ങിയ നിദ്രയിലാണ്. ഒന്ന് എണീച്ചങ്ങ് ഇരിക്കണം. എന്നിട്ട് അതായത് എണീച്ചിരുന്നിട്ടൊന്ന് അപ്പോഴേ ഒരു ധൈര്യം കിട്ടുന്നത്. മറ്റു ഉറങ്ങുന്ന മാതിരിയായിപ്പോയ ബ്രഹ്മാവിനും ഒരു ചെറിയ ഇത് ഞാൻ ചെയ്യുന്നത് എന്താ? കാരണം ആര് പറഞ്ഞിട്ടാണോ ചെയ്യുന്നത്, അങ്ങേരെ ഉറങ്ങിയാണെങ്കിൽ നമുക്കൊരു നേരം എണീച്ചിരിക്കുകയാണെങ്കിൽ ഇത് കിട്ടും, നമുക്കൊരു ധൈര്യം കിട്ടും. അപ്പോൾ എഴുന്നേറ്റിരുന്ന് നമ്മുടെ ദുഃഖത്തെ തേനൊഴുകുന്ന മൊഴിയാൽ അകറ്റണമേ. അപ്പം നമുക്ക് വേണ്ട നിർദ്ദേശം ഇടക്കിടക്ക് തന്നാൽ ഞാൻ അതേപോലെ സൃഷ്ടിച്ചോളാം. ഇത്രയേ ഉള്ളൂ ബ്രഹ്മാവിൻ്റെ അവസ്ഥ. വിഷ്ണുവിൻ്റെ അവസ്ഥ ഇത്രയേ ഉള്ളൂ, ശിവൻ്റെ അവസ്ഥ ഇത്രയേ ഉള്ളൂ. അത് പറയുന്നതനുസരിച്ച് ചെയ്തു കൊടുക്കുന്നു. അല്ലാതെ ഇവരെയൊന്നും ആശ്രയിച്ചിട്ട് ഒരു കാര്യമില്ല. ഇത് 26 മൈത്രേയൻ പറയുകയാണ്, ഇത്തരത്തിൽ ഏകാഗ്രമായ മനസ്സോടെ തൻ്റെ കാരണഭൂതനെ കണ്ട ബ്രഹ്മദേവൻ ആ ശക്തിയെ സ്തുതിച്ചുകൊണ്ട് വിരമിച്ചു. അങ്ങനെ നേരത്തെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, മനസ്സിൽ ഏകാഗ്രമായിട്ടാക്കിയിട്ട്. അപ്പോഴാണല്ലോ ആ വിഷ്ണുവിനെ കണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞതിൻ്റെ ശേഷം വിരമിച്ചു. അപ്പോൾ ഇപ്പോൾ ആ സംഭാഷണങ്ങൾ തീർന്നു. ഇനി 27 മുതൽ 28 വരെ. അനന്തരം പ്രപഞ്ച സൃഷ്ടിയിലുള്ള ബ്രഹ്മാവിൻ്റെ പ്രയാസത്തെ മനസ്സിലാക്കിയ നാരായണൻ അപ്പോൾ വിഷ്ണു എന്ന് മനസ്സിലായി, ബ്രഹ്മാവ് കുറച്ചിപ്പോൾ പ്രയാസപ്പെടുന്നുണ്ട് ഈ സൃഷ്ടിയെല്ലാം നടത്താൻ വേണ്ടിയിട്ട്. കാരണം 24 മണിക്കൂർ ഇരുന്ന് സൃഷ്ടി അടയ്ക്കാണ്, ഉറങ്ങാതെയാണ് സൃഷ്ടി നടത്തേണ്ടത്. ഒരു ദിവസം എന്ന് പറയുന്നത് ഈ പ്രളയം വരെയുള്ള സമയമാണ്. പിന്നെ കിടന്നുറങ്ങാൻ പറ്റുമോ? അപ്പോൾ നമുക്കെല്ലാം അത്ര ജോലിയൊന്നും തന്നിട്ടില്ല, കുറച്ച് സമയമേ ഉള്ളൂ. ബ്രഹ്മാവാണെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സൃഷ്ടിയാണ്. അവരുടെ ഗതികേട് എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. നമ്മൾ കുറച്ച് ചെയ്താൽ മതി. പക്ഷെ അങ്ങനെ പുറത്ത് പോലും, ഉറക്കെന്ന് പറഞ്ഞാൽ ഒരു പ്രളയം കഴിയുമ്പോഴാണ് പിന്നെ ഉറങ്ങാൻ സമയം കിട്ടുന്നത്. ഇടയ്ക്ക് ഇതൊന്നുമില്ല. നമ്മൾ ഫാക്ടറിയിലെല്ലാം ജോലി ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്കൊരു മൂത്രമൊഴിക്കാനുള്ള സാവകാശമുണ്ട്. ഇതിന് പിന്നെ മൂത്രമൊഴിക്കണ്ടല്ലോ, കാരണം അതൊരു ബലമാണല്ലോ. മനുഷ്യനെ ചിന്തിക്കുമ്പോഴാണ് മറ്റുള്ള ഇതെല്ലാം വരുന്നത്. ഇതൊരു ബലമാണ്. കഥയിൽ കണ്ണുമുക്കെല്ലാം വെച്ച് അവതരിപ്പിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രയാസം മനസ്സിലാക്കിയ നാരായണൻ ആ ബ്രഹ്മാവിനോട് ആഴമുള്ള മൊഴിയാൽ അരുൾ ചെയ്തു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ അരുൾ ചെയ്തു. 29 ശ്രീ ഭഗവാൻ പറയുകയാണ്. പിന്നെ ഭഗവാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഹേ വേദഗർഭ, ജ്ഞാനത്തിൽ നിന്നാണ് നിന്റെ ഉദയം. നീ ജ്ഞാനമാണ്. സയൻസിലുള്ള പ്രേരക ശക്തി തന്നെയാണ് ബ്രഹ്മാവ്. സയൻസിലൂടെയാണ് ഇലക്ട്രോൺ സ്വയം പ്രോട്ടോണുമായിട്ട് കൂടി ചേർന്നിട്ട് ആറ്റങ്ങൾ അങ്ങനെയെല്ലാം ഇത് സൃഷ്ടി പോകുന്നത്. അപ്പോൾ ഈ വേദഗർഭ, ആലസ്യം അരുത്. ആലസ്യമൊന്നും ചെയ്തേക്കരുത്. എനിക്ക് പിടിപ്പത് പണിയാണ്, റെസ്റ്റില്ല. ആലസ്യം അരുത്.
സൃഷ്ടിയിൽ ഉത്സാഹം കാണിക്കുക, നല്ലോണം ഇരുന്ന് സൃഷ്ടിക്കുക രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. എന്നെ നോക്കിയിട്ട് ഞാൻ പറയുന്ന മാതിരി അങ്ങ് സൃഷ്ടിച്ചു വിട്ടോ. അവിടെ പരമാത്മാവിൻ്റെ പ്ലാനുണ്ട്. ആ പ്ലാന് പറയുന്ന മാതിരി അങ്ങനെ സൃഷ്ടിച്ചു വിട്ടോ. അതിൻ്റെ ഇടയ്ക്കൊന്നും നമ്മൾ പോയിട്ട് ശല്യം ചെയ്യരുത്. അങ്ങേക്ക് ഇഷ്ടംമാരിയുടെ പണിയുണ്ട്. വിഷ്ണുവിനും ശിവനും എല്ലാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എല്ലാം രാത്രി മുഴുവനും ഉറങ്ങാൻ നേരമില്ല. ദൈവങ്ങൾക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല. ഉറങ്ങിപ്പോയാൽ നാട് നശിച്ചു പോകും. നമ്മൾ ഉറക്കുന്നുണ്ട് പിടിച്ചിട്ട്. അതൊന്നും ദൈവത്തിന് അങ്ങനെ ഉറങ്ങാനുള്ള വകുപ്പൊന്നും ഇല്ല. അവർക്ക് പ്രളയം കഴിഞ്ഞാലേ ഉറക്കമുള്ളൂ. ഹൃദയവൻ ത്രേതായുഗം ദ്വാപരം അങ്ങനെ എത്രയോ കഴിഞ്ഞിട്ടാണ് മഹാപ്രളയം വരുന്നത്. അതുവരെ ഉറക്കില്ലാതെ രാവിലെ തൊട്ട് വൈകുന്നേരം രാത്രി എല്ലാം കിടന്ന് ജോലി ചെയ്യുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പോയിട്ട് ഓരോ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് വെറുതെ ശല്യം ചെയ്യരുത്. ദേഷ്യം വരും. നമ്മളൊരു പാഠമായി എന്തോ ചെയ്യുമ്പോൾ ഇപ്പം കുട്ടികൾ വന്നിട്ട് എന്തോ ചെയ്തവരൊക്കെ അടി വെച്ചു ദേഷ്യം വരും. അതുകൊണ്ട് അങ്ങോട്ട് പോയി ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ ആഗ്രഹം കൊണ്ടൊന്നും അങ്ങോട്ട് പോകണ്ട. അതിനറിയാം എങ്ങനെ എല്ലാവരെയും കൊണ്ടുപോകണമെന്ന്. വെറുതെ ചോദിച്ചിട്ട് അടി വാങ്ങണ്ട. അത്രേ ഉള്ളൂ. അതിവിടെ പറഞ്ഞല്ല, ഞാൻ പറയുന്നത്. അത് നമ്മളെ ബുദ്ധി ഉപയോഗിച്ച് ആലോചിച്ചാൽ മതി. അങ്ങ് എന്നോട് പ്രാർത്ഥിച്ചത് ഞാൻ മുൻകൂട്ടി ഉണ്ടാക്കിയതാണ്. അങ്ങ് എന്നോട് പ്രാർത്ഥിച്ചല്ലോ, ഞാൻ എന്താ ചെയ്യേണ്ട കാര്യങ്ങളല്ല, അത് മുൻകൂട്ടി ഉണ്ടാക്കിയതാണ്. മുൻകൂട്ടി പണ്ടുണ്ടാക്കി വെച്ച സാധനങ്ങൾ തന്നെയാണ് അതേപോലെ എടുത്ത് ഉണ്ടാക്കിയേ വേണ്ടു. പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കാനൊന്നുമില്ല, പണ്ടുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അർജുനനോട് കൃഷ്ണൻ പറഞ്ഞ മാതിരിയാണ്, നീ ഒന്നിട്ടില്ലെങ്കിൽ ഇതെല്ലാം ഞാൻ പണ്ടേ ചെയ്ത് കഴിഞ്ഞു, നിന്നെ പിന്നെ വെറുതെ ഒന്ന് ചടങ്ങിനിട്ടതാണ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം. ബ്രഹ്മാവോടാണ് പറയുന്നത്. അവിടെ കൃഷ്ണന് അർജുനനോട് പറയുകയാണ്, ഇവിടെ ബ്രഹ്മാവോട് പറയുകയാണ്. ഇതെല്ലാം പണ്ടേ ഞാൻ നിർവ്വഹിച്ച് പണ്ടുണ്ടാക്കിയ മാതിരി തന്നെയാണ്, അതുമാതിരി അങ്ങ് ഉണ്ടാക്കി വെച്ചാൽ മതി. നീ പ്രാർത്ഥിച്ച എന്താണോ ചോദിച്ചത് അതെല്ലാം ഞാൻ പണ്ടേ മുൻകൂട്ടി ഉണ്ടാക്കിയതാണ്. ഇനി 30 അങ്ങ് തപസ്സിലൂടെയും എന്ന് പറഞ്ഞാൽ എന്നെ തന്നെ ചിന്തിച്ചുകൊണ്ട് എൻ്റെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി മാത്രം ശ്രദ്ധ പതിപ്പിക്കുക. മറ്റുള്ളവരേക്കൊന്നും ശ്രദ്ധ പോകരുത്. അതിൻ്റെ ഇടയ്ക്ക് പ്രമോദ് കയറിയിട്ട് ബ്രഹ്മാവ് എനിക്കൊരു കുട്ടീനെ വേറെ എക്സ്ട്രാ ഉണ്ടാക്കിത്താന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്കൊന്നും പോകരുത്. ശ്രദ്ധ എന്നിൽ മാത്രവും ഈ കർമ്മത്തിലും വേറെ ഒന്നിലും തലയിടരുത്. വിഷ്ണുവോടും പറയുന്നത് തന്നെയാണ്. അങ്ങ് തപസ്സിലൂടെയും ഉപാസനയിലൂടെയും വീണ്ടും കർമ്മം അനുഷ്ഠിക്കുക. പണ്ട് നീ ഉണ്ടാക്കിയിട്ടുണ്ട്, അതേപോലെ അങ്ങ് ഉണ്ടാക്കി ഇട്ടാൽ മതി. അവയുടെ സഹായത്താൽ എല്ലാം ഹൃദയത്തിൽ തെളിഞ്ഞു വരും. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നിന്റെ മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കും. അത് തന്നെയാണ് നമ്മളോടും പറയുന്നത്. നമ്മൾ എന്താണോ ചെയ്യേണ്ടതെന്ന് നമ്മളെ മനസ്സിലിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. അതങ്ങ് പോയി ചെയ്തേച്ചാൽ മതി. ഇത്ര ചിന്തയെ കൊണ്ടു എന്നെ സൃഷ്ടിച്ചിരിക്കും ഈ കർമ്മം ചെയ്യാനാണ്, അങ്ങ് ചെയ്തു കൊടുക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇരുന്നിട്ട് ആലോചിക്കുമ്പോൾ മനസ്സിൽ വരുക, നീ പോയി അത് ചെയ്യുന്നു, അങ്ങ് പോയി ചെയ്തേക്കുക. അത്രയേ ഉള്ളൂ. ഇത് തന്നെയാണ് ബ്രഹ്മാവോടും പറയുന്നത്, നമ്മളോടും പറയുന്നത് തന്നെയാണ്. നമ്മൾ അതിന് വേണ്ടി ചിന്തിക്കുക, എനിക്ക് വേണ്ടി എന്ന ചിന്ത ഉപേക്ഷിച്ചിട്ട് രാവിലെ എണീക്കുമ്പോൾ തോന്നി ഇന്നത്താ ചെയ്യേണ്ട, ഇന്നാ ചെയ്യും, അങ്ങ് പോയി ചെയ്തേക്കുക. അതിന് വേണ്ടി പോകേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ട കർമ്മം നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. തീരുമ്പം പണി ചെയ്യാന്ന് ഇതുപോലെ സിനിമ പറഞ്ഞ വഴി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതങ്ങ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. പിന്നെ അതിനെപ്പറ്റി ഇത് തലക്ക് പോയി കഴിഞ്ഞാൽ അധികം ആലോചിക്കേണ്ടതൊന്നുമില്ല. പിന്നെ സയൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ടതാണെങ്കിൽ കുറച്ച് സയൻസിനെ പറ്റി ചിന്തിക്കണം. അത് ചെയ്തിട്ട് ചെയ്യണം, അല്ല ശാസ്ത്രീയമായി ചെയ്യാൻ പറ്റുള്ളൂ. വേദത്തിൻ്റെ അടുത്ത് സയൻസ് പഠിച്ച് ചെയ്യണം. എല്ലാതെ വേറെ ചിന്തയൊന്നും വേണ്ട. പാപമുണ്ടോ പുണ്യമുണ്ടോ അതൊന്നും ചിന്തിക്കണ്ട. അതിന് തെളിഞ്ഞു വരും ഹൃദയത്തിൽ. 31 അപ്പോൾ ഭക്തിയോടും ഏകാഗ്രചിത്തനായും തന്നിലും, അപ്പോൾ ഭക്തിയോടുകൂടി എന്നെ ചിന്തിച്ചുകൊണ്ട്, ഭക്തി അതാണ് എല്ലാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ള ഇടയ്ക്ക് ചിന്തിച്ചോണം. ഏകാഗ്രചിത്തനായി തന്നിലും ലോകത്തിലും വ്യാപിച്ചിരിക്കുന്ന എന്നെയും എന്നിലടങ്ങിയ ലോകത്തെയും ജീവനെയും അങ്ങ് കണ്ടുകൊള്ളും. അപ്പം അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ എന്നെ നീ ലോകത്തിലെ എല്ലാ വസ്തുക്കളിലും കാണും. ഏകാഗ്രചിത്തനായി
ഭക്തിയോടുകൂടി കർമ്മം ചെയ്യാൻ ഇരിക്കുമ്പോൾ തന്നിൽ തന്നെ നീ ആ ശക്തിയെ കാണും. ആ ശക്തി തന്നെയാണ് ഞാൻ, ഈ ബ്രഹ്മം തന്നെയാണ് ഞാൻ എന്ന ചിന്ത നിന്നിലുണ്ടാകും. ലോകത്തിലും എല്ലായിടത്തും നോക്കുന്നിടത്തും നീ എന്നെ തന്നെ കാണും. വ്യാപിച്ചിരിക്കുന്ന എന്നെയും എന്നിലടങ്ങിയിരിക്കുന്ന ലോകത്തെയും എല്ലാം അതിലുള്ള ജീവജാലങ്ങളെ എല്ലാം നീ കാണും. ഇന്ന ജീവജാലങ്ങളാണ് ഉള്ളത്, ആ പ്ലാനിലുണ്ട്. ഇന്ന ജീവജാലങ്ങളെ സൃഷ്ടിക്കണമെന്ന് ആ എന്നിലെന്ന് പറഞ്ഞാൽ പരമാത്മാവ് എന്ന പ്ലാനിലുണ്ട്. ഒരു വീട് നിർമ്മിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള ചിന്തയൊന്നും വേണ്ട. പഠിച്ചൊരു വ്യക്തിയാണെങ്കിൽ പ്ലാന് കൈമ കിട്ടിയാൽ മതി. ആ പ്ലാനിൽ ഇവിടെ ഒരു മുറി വേണം, ഇവിടെ ഒരു വാതിൽ വേണം, ഇവിടെ തറ ടൈൽസ് ആണോ വേണ്ടതെന്നല്ല ആ പ്ലാനിലുണ്ടാവും. ഒരു പ്രശ്നമില്ല, അത് നോക്കിയിട്ട് അതുമാതിരി ഉണ്ടാക്കാൻ. അതുമാതിരി പരമാത്മാവ് എന്ന് പറയുന്ന ആ ശക്തിവിശേഷം ഒരു പ്ലാനാണ്, പ്രപഞ്ചം ഉണ്ടാക്കേണ്ട പ്ലാനാണ്. പോരായിട്ട് അത് കഴിഞ്ഞ ജന്മത്തിലുണ്ടാക്കിയ, കഴിഞ്ഞ പ്രളയത്തിന് മുമ്പിലുള്ളത് ഉണ്ടാക്കിയ പോലെ തന്നെയാണ്, അത് മുമ്പ് ചെയ്ത് തന്നെയാണ്. അതുപോലെ എന്ത് ചെയ്താൽ മതി, ഈ പ്ലാന് നോക്കിയിട്ട് എല്ലാം ചെയ്ത് വെച്ചാൽ പോയി. എല്ലാം അതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ പുറത്തൊന്നും ചെയ്യണ്ട. പുറത്ത് ചെയ്യാൻ വേണ്ടുമ്പോഴാണ് നമ്മൾ ഈ ചോദിച്ചാൽ സാധിപ്പിച്ച് കിട്ടുന്നത്. അതൊന്നും നടക്കില്ല. ആ പ്ലാനിലുള്ളത് നടക്കും. അപ്പം സർവ ജീവജാലങ്ങളെ എല്ലാം അവിടെ എനിക്ക് കാണാം. ആരെയെല്ലാം സൃഷ്ടിക്കണമെന്ന്, പ്രമോദം സൃഷ്ടിക്കേണ്ട സമയവും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇന്ന ഡേറ്റിന് പ്രമോദം സൃഷ്ടിച്ചോളാം, പിന്നെ അവന് ഇന്ന ജോലി കൊടുത്തോളാം. അതെല്ലാം വിഷ്ണു നോക്കിക്കോളും. ജോലി ചെയ്യിപ്പിക്കുന്നതെല്ലാം വിഷ്ണുവിൻ്റെ ജോലിയാണ്. തട്ടേണ്ടത് ശിവന്റെ പരിപാടിയാണ്. അതിലൊന്നും ബ്രഹ്മാവിനാണ്. ഇവനാ പ്രമോദനൊപ്പം ആ സമയത്തി ഗ്രഹങ്ങൾ ഇന്നെടുത്തെത്തുമ്പോൾ ആ ശരി സൃഷ്ടിച്ചങ്ങ് വിടും. അത്രയേ ഉള്ളൂ. അതെല്ലാം ഇതിനകത്തുണ്ട്. എല്ലാവരെയും സൃഷ്ടിക്കേണ്ട എല്ലാ ജീവജാലങ്ങളെയും അന്ന് കാണും അതിൻ്റെ അകത്ത്. ഏത് ആ പ്ലാനിൽ. ഇനി 32 ശീമവൃക്ഷത്തിലെ അഗ്നി പോലെ, ശീമത്തടീൻ്റെ അകത്തുനിന്ന് കത്തിയാൽ അഗ്നി വരുന്നുണ്ടല്ലോ, അത് ഒളിച്ചിരിക്കുകയാണ്. സമസ്ത വസ്തുവിലും അന്തരമിയായ എന്നെ നിനക്ക് എല്ലാ വസ്തുവിലും എന്നെ തന്നെയാണ് നീ കാണുന്നത്. കാരണം നീ തന്നെ എന്നെ ഉപയോഗിച്ചിട്ടാണ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിലും നിനക്ക് എന്നെ കാണാം. ഇനി അവിടെ പോയി തപ്പേണ്ട ആവശ്യമൊന്നുമില്ല, ഹൃദയത്തിൽ പോയി തപ്പേണ്ട ആവശ്യമില്ല. എല്ലാത്തിലും നിനക്ക് എന്നെ കാണാം. അപ്പം ഞാനില്ലാതെ സ്ഥലവുമില്ല. പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? നീ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെയാണ്. അതിൻ്റെ അകത്ത് ഞാൻ തന്നെയാണ് ഇരിക്കുന്നത്. ഉണ്ടാക്കാൻ പോയിട്ട് ഉണ്ടാക്കിയ സാധനത്തിൽ ഞാൻ തന്നെയാണ് ഇരിക്കുന്നത്. ഈ ഉണ്ടാക്കുന്ന നീയും ഞാൻ തന്നെയാണ്. അങ്ങനെ സമസ്തത്തിലും അകത്ത് കിടക്കുന്ന എന്നെ അന്വേഷിക്കുന്നത് മുതൽ, അങ്ങനെ നീ എന്നെ എല്ലായിടത്തും കാണുന്നത് മുതൽ കർമ്മഫലമായ പാപപുണ്യങ്ങൾ നിന്നെ നീ അകലും. ഇനി എന്ത് സൃഷ്ടിച്ചാലും എനിക്ക് പാപമൊന്നുമില്ല. എല്ലാ ദുഷ്ടന്മാരെ സൃഷ്ടിച്ചു വിട്ടാലും എനിക്ക് പാപമൊന്നുമില്ല. നീ കൊലപാതകളെ എല്ലാം സൃഷ്ടിച്ചു വിടും, എനിക്ക് പാപമൊന്നുമില്ല. എല്ലാവരും വിളിച്ചിട്ട് ആ ബ്രഹ്മമാണ് ഇവിടെ സൃഷ്ടിച്ചു വിട്ട ആരും പറയില്ല. കാരണം എല്ലാം ചെയ്യിപ്പിച്ചാരാണ്? ഞാനാണ്. ബ്രഹ്മാവിൻ്റെ അകത്തിരിക്കുന്നത് ഞാനാണ്. ഈ കൊലയാളിയും ഞാനാണ്. കൊലയാളിയും ഞാനാണെങ്കിൽ പിന്നെ എന്തിനാ പേടിക്കേണ്ട ആവശ്യം? അതുകൊണ്ട് പാപമില്ല, ഒരു പുണ്യമില്ല. നീ അങ്ങ് കണ്ണും പൂട്ടി ഉണ്ടായിക്കോ. അങ്ങനെ ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, 33 പറയാണ്, ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ഗുണങ്ങൾ, അന്ധകരണങ്ങൾ എന്നിവയോടൊന്നും ചേരാതെ നീ സൃഷ്ടി നടത്തുമ്പോൾ ആരുമായിട്ട് ഒരു ബന്ധം പാടില്ല. നിന്റെ ആള് മറ്റേ ആള് ഇങ്ങനത്തെ ഒരു ബന്ധവും നീക്ക് വേണ്ട. ഭൂതങ്ങളെ പറ്റി ചിന്തിക്കേണ്ട, ഇന്ദ്രിയങ്ങളെ പറ്റി ചിന്തിക്കേണ്ട, ഗുണത്തെ പറ്റി ചിന്തിക്കേണ്ട. കല്ലിപ്പൊളി സാധനം ഉണ്ടാക്കുന്ന അതൊന്നും ഉണ്ടാക്കിയിട്ടോ അതിൻ്റെ ഗുണത്തെ പറ്റി ഒന്നും ചിന്തിക്കണ്ട. എന്താണ് സൃഷ്ടിക്കാൻ പറഞ്ഞാൽ അതങ്ങ് ഉണ്ടാക്കുക. എന്നിവയോടൊന്നും ചേരാതെ ജീവാത്മാവിനെ പരമാത്മാവിൽ ഏകീകരിച്ച് നീങ്ങുമ്പോൾ മോക്ഷം പ്രാപിക്കും. അങ്ങനെ നീ നിന്റെ ജീവാത്മാവിനെ ആ പ്രപഞ്ചമാകുന്ന പ്ലാനുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിനക്ക് അവസാനം മോക്ഷവും കിട്ടും. കാരണം നീ ചെയ്യേണ്ട കർമ്മമാണ് നീ ചെയ്യുന്നത്. അപ്പം നീ മോക്ഷം പ്രാപിക്കും. ഇനി 34 പറയാണ്, പലതരം കർമ്മങ്ങളിലൂടെ നീ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പലതരം സൃഷ്ടികളാണ്, പലതരം കർമ്മങ്ങളാണ് ചെയ്യാൻ പോകുന്നത്.
അതിലൂടെ അനേകതരം പ്രജകളെ സൃഷ്ടിക്കുവാനുള്ള അങ്ങയുടെ അന്ധകരണം തളരില്ല. അങ്ങനെ നീ പ്രപഞ്ചത്തിൽ വ്യത്യസ്ത കർമ്മങ്ങളെ ചെയ്ത് വ്യത്യസ്തമായ പട്ടികളെ, ജീവനില്ലാത്തവയെ, ജീവനുള്ളവയെ, പട്ടി, പൂച്ച എന്നിവയെ, ചെടികളെ, വ്യത്യസ്ത തരം ചെടികളെ, മനുഷ്യരെ, ഇങ്ങനെ നീ സൃഷ്ടിക്കുമ്പോൾ നിന്റെ അന്ധകരണം എന്താവില്ല, കളയില്ല, നിനക്ക് ക്ഷീണം തോന്നില്ല. അങ്ങ് ഉണ്ടാക്കിയിട്ടാൽ മതി. എൻ്റെ അനുഗ്രഹം എപ്പോഴും നിനക്ക് ഉണ്ടായിരിക്കും. ഇനി 35 രജോ ഗുണവുമായി ബന്ധപ്പെട്ട പാപം. രജോ ഗുണം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണ്ടെങ്കിലും ബ്രഹ്മാവിനാണ് രജോ ഗുണം. ശാന്തമായിരിക്കുമ്പോൾ അങ്ങനെ ശാന്തമായി ഉറങ്ങുകയായിരുന്നു നാരായണൻ, അങ്ങനെ നിർത്തിയായിരുന്നു, ഒരു സൃഷ്ടി നടത്താതെ. അപ്പോൾ ബ്രഹ്മാവ് വന്നിട്ട് സൃഷ്ടിക്കുമ്പോൾ ഒരു ശക്തി ഉപയോഗിക്കണം, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ. അതാണ് രജോ ഗുണം. അപ്പോൾ രജോ ഗുണത്തിൽ ചെയ്യുമ്പോൾ എപ്പോഴും എന്തുണ്ടാവും, കുറച്ച് തെറ്റുകളെല്ലാം ഉണ്ടാവും. കുഴപ്പമെല്ലാം പറ്റും. ഉദാഹരണമായിട്ട് നമ്മളൊരു വീട് പണിയുന്നതെന്ന് വെച്ചാൽ, വീട് കഴിയുമ്പോൾ അവിടെയുള്ള മരങ്ങളെല്ലാം മുറിക്കേണ്ടി വരും. പാപാണ്. പണ്ട് സൃഷ്ടിച്ച മരത്തെ മുറിക്കണം. അവിടെ എന്തെങ്കിലും കൂട് കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം തല്ലിക്കൊല്ലണം. പല എലികളുടെ മാളനുണ്ടെങ്കിൽ എലിയിൽ അടിച്ചു കൊല്ലണം. അങ്ങനെ പലതും ചെയ്യേണ്ടി വരും. പുതിയ സൃഷ്ടി നടത്തുമ്പോൾ പല ഇനി തട്ടി മാറ്റിയിട്ടെല്ലാം ചെയ്യേണ്ടി വരും. അപ്പോൾ രജോ ഗുണവുമായി ബന്ധപ്പെട്ട, അതായത് രജോ ഗുണത്തിലാണ് കർമ്മം വരുന്നത്. ആദിമ ഋഷിയായ നിനക്ക് ആരുമായും ബന്ധമുണ്ടാവില്ല. എനിക്ക് ആരുമായിട്ടൊരു ബന്ധത്തിൽ ഏർപ്പെടില്ല. കാരണം നീ ചെയ്യുന്നത് ചെയ്യേണ്ട കാര്യമായി ചെയ്യുന്നു. എനിക്ക് ബന്ധങ്ങളൊന്നുമില്ല, എനിക്ക് വേണ്ടപ്പെട്ട ആരുമില്ല. നീ അങ്ങനെ കണ്ണും പൂട്ടിയിട്ട് സൃഷ്ടിച്ച്, കണ്ണും പൂട്ടി എന്ന് പറഞ്ഞാൽ ബന്ധങ്ങളെ ഒന്നും ചിന്തിക്കാതെ സൃഷ്ടിച്ച്. കാരണം പ്രജകളെ സൃഷ്ടിക്കുന്നുവെങ്കിലും അങ്ങയുടെ മനസ്സിൽ എന്നിൽ ബന്ധിതമാണ്. അങ്ങ് പ്രജകളെ സൃഷ്ടിക്കുമ്പോൾ അയ്യോ ഇവർ കുറച്ച് സൗന്ദര്യം കുറവാണല്ലോ, കുറച്ച് കഷ്ടമായി പോയി, കുറച്ച് സൗന്ദര്യം കൊടുക്കണ്ടേ, അല്ലെങ്കിൽ അവ സൃഷ്ടിയായിട്ട് കഴിഞ്ഞതിന് ശേഷം അവൻ പറഞ്ഞു ഇന്ത്യൻ തന്നെ ഇങ്ങനെ സൃഷ്ടിച്ച കുറച്ച് സൗന്ദര്യത്തോടു കൂടി സൃഷ്ടി. ആ ബന്ധങ്ങളൊന്നും അവിടെ ഇല്ല. കാരണം നിന്റെ മനസ്സ് എവിടെയാണ്, എന്നിലാണ്, പരമാത്മാവിലാണ്, ആ പ്ലാനിലാണ്. പ്ലാൻ അനുസരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് ഇതിന് മൂക്ക് കുറച്ച് വളഞ്ഞു കിടക്കണ്ടിക്ക് വളഞ്ഞു കിടക്കും, ചിലപ്പം വിരൂപനായിരിക്കും, ചിലപ്പം കുറച്ച് അംഗവൈകല്യം ഉണ്ടാകും. അത് പ്ലാനിൽ അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുക. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നിന്റെ മനസ്സ് എന്നിലാണ്, അത് വെച്ചങ്ങ് ഉണ്ടാക്കിയിടുക. ബാക്കിയുള്ളതിനെ പറ്റിയൊന്നും നീ ചിന്തിക്കണ്ട. ചിലവർ പറയും എന്തോ നീ ബ്രഹ്മാവ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്, എന്തിനെല്ലാം സൃഷ്ടിച്ചില്ലേ, കള്ളന്മാരെ, വികൃതമായ ആൾക്കാരെ എല്ലാം സൃഷ്ടിച്ചിട്ടിരിക്കുകയാണ്. പക്ഷെ ബ്രഹ്മാവോട് പറയുന്നത് നീ അതിനെപ്പറ്റി ഒന്നും ബോധം ചെയ്യണ്ട, നീ പ്ലാൻ അനുസരിച്ചാണ് ഉണ്ടാക്കുന്നത്. ആ പരമാത്മാവെന്ന പ്ലാൻ അനുസരിച്ച്. അത് തന്നെയാണ് വിരാട സ്വരൂപം. ആ വിരാട സ്വരൂപത്തിലുള്ളത് തന്നെയാണ് സൃഷ്ടിച്ച് വിടുന്നത്. ഇനി 36 ഞാൻ ശരീരങ്ങൾക്ക് അറിയപ്പെടാത്തവനെന്നിരിക്കലും അങ്ങയ്ക്ക് എന്നെ അറിയുവാനായി. ശരീരത്തിൽ ജനിച്ചവർക്കൊന്നും എന്നെ മനസ്സിലാവില്ല, പക്ഷെ അങ്ങയ്ക്ക് എന്നെ മനസ്സിലായിട്ട്. അതായത് നമുക്കൊന്നും ആ ബ്രഹ്മത്തെ മനസ്സിലാകുന്നില്ല. പക്ഷെ ബ്രഹ്മാവിനെ അറിയാതിരിക്കാൻ പറ്റില്ല. സൃഷ്ടി നടത്തുന്ന കക്ഷിക്ക് എല്ലാം അറിഞ്ഞല്ലേ പറ്റും. അതുകൊണ്ട് അങ്ങേക്ക് എന്നെ അറിയുവാനായി. കാരണം അങ്ങ് എന്നെ ഭൂത, ഇന്ദ്രിയ, ഗുണ ഇവക്കെല്ലാം മുക്തനായി കാണുന്നു. എന്തുകൊണ്ടാണ് അങ്ങ് എന്നെ മനസ്സിലാക്കിയത്? അങ്ങ് ഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങളൊക്കെ ഈ സൃഷ്ടി നടത്തുന്ന വസ്തുവായിട്ടൊന്നും എന്നെ കാണുന്നില്ല, ഇന്ദ്രിയങ്ങളായിട്ട് കാണുന്നില്ല, പിന്നെ ഗുണമുള്ളത് എന്തെങ്കിലുമായിട്ട് കാണുന്നില്ല. ഇതെല്ലാം ഗുണമുള്ളതാണെങ്കിലും അങ്ങ് എന്നെ ഇതൊന്നും ഇല്ലാത്തവനായി കണ്ടത് കൊണ്ടാണ് അങ്ങേക്ക് എന്നെ കാണാൻ സാധിച്ചത്. അതായത് മുക്തി, നമുക്കും നമ്മളിലുള്ള ഈ കാണുന്ന എല്ലാം വിട്ടിട്ട് വെറും ബ്രഹ്മചിന്തയിൽ നിന്നാൽ മാത്രമേ ആ ഒരു
പരമാത്മാവിനെ മനസ്സിലാക്കുവാൻ പറ്റുകയുള്ളൂ. എന്നിട്ട് പിന്നെ പറയുകയാണ് 37 എന്നെ അന്വേഷിച്ചിട്ട് നീ എന്ത് ചെയ്തിട്ടുണ്ട്? പണ്ട് താമരത്തണ്ടിലോട്ട് അടിയിൽ പോയി നോക്കിയിട്ടുണ്ടല്ലോ. അങ്ങനെ കഷ്ടപ്പെട്ടപ്പോഴാണ്, എന്നെ അന്വേഷിച്ച് നടന്നുകൊണ്ടാണ് ഞാൻ നിനക്ക് എൻ്റെ രൂപം കാട്ടിത്തന്നത്. എൻ്റെ 38 എൻ്റെ കഥയിൽ രേഖപ്പെടുത്തപ്പെട്ട സ്തുതിയെ അങ്ങ് നിർവഹിച്ചു എന്നതും ഏകാഗ്ര മനസ്സോടെ തപസ് ചെയ്തു എന്നതും എൻ്റെ അനുഗ്രഹത്താലാണ്. അത് എനിക്ക് സാധിച്ചതും ഏകാഗ്രമായിട്ട് എന്നെ ചിന്തിക്കാനും തപസ് ചെയ്യാനും എന്നെ മനസ്സിലാക്കാനും അങ്ങേക്ക് സാധിച്ചതും ഞാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ്. കാരണം എനിക്കിങ്ങനെ ഒരു കക്ഷീനെ വേണം സൃഷ്ടിയാർക്കാൻ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് നിന്നിൽ ഈ ചിന്ത ഉണ്ടാക്കിയിട്ട് എന്നെപ്പറ്റി ചിന്തിക്കാനും എന്നെപ്പറ്റി തപസ് ചെയ്യാനും എന്നെ മനസ്സിലാക്കാനും ശ്രമിക്കാൻ ഉള്ള മനസ്സുണ്ടാക്കി തന്നത് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്കും ഇത് പറ്റില്ല. അതുമാതിരി ബ്രഹ്മസാക്ഷാത്കാർ ആരും വിചാരിച്ചാലും നടക്കാൻ പോകുന്നില്ല, അത് വിചാരിക്കണം. നമ്മൾ വിചാരിച്ച ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അതെന്താണ് വിചാരിച്ചത് അത് മാത്രമേ നടക്കൂ. ഇപ്പോൾ ഇവിടെ ബ്രഹ്മാവിൻ്റെ ആവശ്യം അങ്ങേർക്കുണ്ട് സൃഷ്ടിയാർക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കാനുള്ള അവസരമുണ്ടാക്കി, തപസ് ചെയ്യാനുള്ള അവസരമുണ്ടാക്കി. അതിൻ്റെ അനുഗ്രഹത്തിലാണ് അങ്ങേക്ക് എന്നെ കാണാൻ പറ്റിയത്. പിന്നെ 39-40 ലോക പരിപാലനാർത്ഥം സഗുണനായ എന്നെ നിർഗുണനായി വർണ്ണിച്ചു. അതിൽ ഞാൻ സന്തുഷ്ടനാണ്. അങ്ങ് മാത്രം. അതുകൊണ്ട് അങ്ങക്ക് എന്ത് പറ്റി? എന്നെ ഒരു ഗുണവുമില്ലാത്തവനായിട്ട് കാണാൻ അങ്ങേക്ക് പറ്റില്ല. ബാക്കി ഈ ലോകത്തിൽ ആർക്കും കാണാൻ പറ്റില്ല നിർഗുണനായിട്ട്. അങ്ങേക്ക് മാത്രമേ നിർഗുണനായിട്ട് ഒരു ഗുണമില്ലാത്ത ഒരു ഗുണമില്ലാത്തൊരു സാധനമാണ് ആ ബ്രഹ്മം എന്ന് മനസ്സിലാക്കുവാൻ അങ്ങേക്ക് പറ്റി. അതിലെനിക്ക് സന്തോഷമുണ്ട്. അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. അതുകൊണ്ട് അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. ഏതൊരാൾ എന്നെ ഈ പോലെ വർണ്ണിക്കുന്നുവോ അവനിൽ ഞാൻ പ്രസന്നനാണ്. ഇതേപോലെ എന്നെ ആരെങ്കിലും വർണ്ണിക്കുന്നുണ്ടെങ്കിൽ നിർഗുണനായ, ഒന്നിലും തലയിടാത്ത, ജാതി മതം ഒന്നുമില്ലാത്ത, ഒരു രൂപം ജനിച്ചിട്ടുമില്ലാത്ത ഒരു വസ്തുവായി ഏതോ ഒരു സംഗതിയായ ബ്രഹ്മത്തെ ആര് ഉപാസിക്കുന്നോ അവനിൽ ഞാൻ പ്രസന്നനാകും. ഇനി 41 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ വാചകത്തിലൂടെയും, അതായത് വേദജ്ഞാനത്തിലൂടെയോ തപസ്സിലൂടെയോ ദാനത്തിലൂടെയോ യോഗയിലൂടെയെല്ലാം സമാധിയിലൂടെയെല്ലാം ആർക്കെങ്കിലും ഈ ഫലം സിദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ പ്രസാദമാണ്. അതായത് ഞാൻ ആരിലാണോ ചിന്തിക്കുന്നത് അവന് മാത്രമേ ഈ കഴിവ് ലഭിക്കുകയുള്ളൂ, എന്നെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഇത് 41 കഴിഞ്ഞിട്ട് 42 ഞാൻ ജീവാത്മാക്കളുടെ ആത്മാവാണ്. നമ്മുടെ എല്ലാം ആത്മാവ് ജീവാത്മാവാണ്. ഈ ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ പരമാത്മാവിൻ്റെ ഒരു അംശമാണ്. അതായത് പരമാത്മാവ് എന്ന് പറയുന്ന പ്രപഞ്ചത്തിൻ്റെ പ്ലാനാണ്. അതിലൊരു ചെറിയ കർമ്മമാണ് എനിക്ക് ചെയ്യാനുള്ളത്. ആ കർമ്മത്തിൻ്റെ പ്ലാനാണ് എന്നിലുള്ളത്. അതാണ് എൻ്റെ ജീവാത്മാവ്. വേറൊരാൾക്ക് ചെയ്യേണ്ട കർമ്മത്തിൻ്റെ ഒരു പ്ലാൻ അങ്ങേരുണ്ട്. അതാണ് അങ്ങേരുടെ ജീവാത്മാവ്. ഏറ്റവും പ്രിയങ്കരനാണ്, വിശുദ്ധനാണ്. യാതൊരു ആത്മാവിന് വേണ്ടിയാണോ ഈ ശരീരം ലഭിച്ചത്? ആത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ള ഒരു കർമ്മങ്ങൾ, ആ ഒരു പ്ലാൻ മാനേജ്മെൻറ്റിൽ ചിന്തിക്കണം. നമ്മൾ ചെയ്യാൻ കുറച്ച് കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ ഒരു പ്ലാനായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നെല്ലാം ചെയ്യണം. ആ പ്ലാനിനാണ് ജീവാത്മാവ്. അതാണ് എന്നിലുള്ളത്. ആ ജീവാത്മാവ് എന്തിനു വേണ്ടിയാണ്? ലോകത്തിൻ്റെ കർമ്മത്തിന് കുറച്ച് കർമ്മം ഞാൻ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആ പരമാത്മാവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അംശമാണ് എന്നിലുള്ളത്. യാതൊരു ആത്മാവിന് വേണ്ടിയാണ് ഈ ശരീരം ലഭിച്ചത്? അതിനെ പ്രേമഭാവത്താൽ അർപ്പിക്കണം, എനിക്കായി അർപ്പിക്കണം.
അതായത് ആ ശക്തി എന്നെ സൃഷ്ടിച്ചത് കർമ്മം ചെയ്തു കൊടുക്കാനും അത് അദ്ദേഹത്തിനായിട്ട് ചെയ്തു കൊടുക്കുക. ഇനി 43 ഞാൻ തന്നെയായ താങ്കൾ. അപ്പോൾ എന്ത് പറയാണ്? ഭഗവാൻ പറയുകയാണ് ബ്രഹ്മാവോട്, ഞാൻ തന്നെയായ താങ്കൾ, ഞാൻ തന്നെയാണ് നീയായിട്ട് മാറുന്നത്, ബ്രഹ്മാവായിട്ട് മാറും. എൻ്റെ ജ്ഞാനം ഉപയോഗിച്ച് തന്നെ ഞാൻ തന്നെയാണ് ചെയ്യേണ്ട സയൻസ് എല്ലാം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. എന്നിൽ ഒതുങ്ങിക്കിടക്കുന്ന ലോകങ്ങളെ സൃഷ്ടിച്ചാലും എന്നിൽ തന്നെ ആ പരമാത്മാവിൽ എല്ലാ ലോകവും ഉണ്ട്, ആ പ്ലാനിലെല്ലാം ഉണ്ട്. എങ്ങനെ പ്രപഞ്ചം സൃഷ്ടിക്കണം, ഞാനൊരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പ്ലാന് തന്നെയാണ് ഞാൻ, ആ പ്ലാനിൻ്റെ അകത്താണ് ഞാൻ ഇരിക്കുന്നത്. എന്നിൽ നോക്കിക്കഴിഞ്ഞാൽ ആ പ്ലാനെല്ലാം കാണാം, എന്തെല്ലാം സൃഷ്ടിക്കണം എന്നുള്ള എല്ലാ പ്ലാനിലുണ്ട്. അതുമായി അങ്ങ് ലോകത്തെ സൃഷ്ടിച്ചാലും. ഇനി 45 മൈത്രേയൻ പറയുകയാണ്, മൈത്രേയ അവസാനിപ്പിക്കുകയാണ്. എന്ത്? പുരുഷനാകുന്ന ജീവൻ, പ്രകൃതി, മായ, അവയുടെയെല്ലാം നിയന്താവായ, പ്രകൃതിയുടെയും പുരുഷൻ്റെയും നിയന്താവായ ആ ശ്രീ പത്മനാഭൻ ചരാചരങ്ങളുടെ സർവത്തിൻ്റെയും സൃഷ്ടികർത്താവായ ബ്രഹ്മദേവന് സൃഷ്ടിക്കേണ്ട വിശ്വത്തെപ്പറ്റി വിവരിച്ചു കൊടുത്ത ശേഷം ആ ഭഗവാൻ എന്തായി അന്തർധാനം ചെയ്യും.